കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അഡ്ജക്റ്റീവ് സ്നേഹത്തിൻ്റെ കൂടെ ചേർത്ത് വെച്ചാണ് യോഹന്നാൻ പറയുന്നത്. എത്ര വലിയ സ്നേഹം എന്ന് വെച്ചാൽ അളക്കാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്നില്ല. മനോഹരമായൊരു മലയാളം പാട്ടുണ്ട്, നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരായുവാൻ എന്ന് വെച്ചാൽ അളക്കാൻ കഴിയാത്ത സ്നേഹത്തിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ സ്നേഹം. അളക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, വർണ്ണിക്കാൻ കഴിയാത്ത സ്നേഹത്തിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ സ്നേഹം. അതൊന്ന് വർണ്ണിക്കാൻ ഇന്ന് പകലിൽ എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കകത്ത് നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ കൂടെ നിങ്ങൾ പോരണമേ. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എത്രയാണ്? അമ്പിവാചകത്തിൽ ഒരു ഉദാഹരണം ദൈവമക്കളുടെ മുമ്പിൽ പറയാം. ഞാൻ സെമിനാർ പഠിക്കുന്ന കാലയളവിൽ എന്നെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ടീച്ചർ ഞങ്ങളോട് കയറി വന്നേച്ച് ചോദിച്ചു, നിങ്ങളിൽ എത്ര പേർക്ക് MTH പോകാൻ ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൈ ഉയർത്തി പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ MTH പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, MTH പോകണമെങ്കിൽ നിങ്ങൾ തിസീസ് എഴുതാൻ പഠിക്കണം. പിന്നെ അങ്ങോട്ട് 6 മാസത്തോളം തിസീസ് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരുമായിരുന്നു. അപ്പോൾ ക്ലാസ്സിൻ്റെ അകത്തിരുന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞു, 2 വിധത്തിലാണ് തിസീസ് എഴുതാൻ പറ്റുന്നത്. ഒന്ന് എന്നുള്ളത് അതിനെ ലൈബ്രറി വർക്ക് എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സബ്ജക്റ്റിനനുസരിച്ചുള്ള പുസ്തകങ്ങളെ തിരുവല്ലയ്ക്കകത്തും തിരുവല്ലയ്ക്ക് പുറത്തുമുള്ള ലൈബ്രറികളെ കണ്ടെത്തി പോയി കണ്ട് അതെടുത്തു വെച്ച് എഴുതിയുണ്ടാക്കുന്ന തിസീസിനെയാണ് ലൈബ്രറി വർക്ക് എന്ന് വിളിക്കുന്നത്. വേറൊരു തിസീസ് ഉണ്ട്, അതിനെ ഫീൽഡ് വർക്ക് എന്നാണ് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഞാനൊരു എയ്ഡ്സ് രോഗിയെ കുറിച്ചാണ് എഴുതുന്നതെങ്കിൽ ലൈബ്രറികൾക്കകത്തൂടെ പോകാതെ ആ രോഗത്താൽ ബാധിക്കപ്പെട്ട വ്യക്തിയെ പോയി കണ്ട് അവരോട് സംസാരിച്ച് അവരിൽ നിന്ന് അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അവരിലൂടെ എൻ്റെ തിസീസിനെ കംപ്ലീറ്റ് ചെയ്യുന്നതിനെയാണ് ലൈബ്രറി ഫീൽഡ് വർക്ക് എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളൊന്ന് ചിന്തിക്കണം, ആരാണ് ദൈവം എന്ന് ചോദിച്ചാൽ ഒരു കാര്യം മറക്കരുത്, ദൈവം സർവശക്തനാണ്, ദൈവം സർവവ്യാപിയാണ്, ദൈവം സർവജ്ഞാനിയാണ്, ദൈവം മാറ്റമില്ലാത്തവനാണ്, ദൈവം പരിശുദ്ധനാണ്, ദൈവം നിത്യനാണ്. ദൈവത്തിൻ്റെ 6 മാറ്റമില്ലാത്ത ആട്രിബ്യൂട്ട്സ് ആണ് ഇതെല്ലാം. അപ്പൊ ദൈവമാരാ? ദൈവം സർവശക്തനാണ്. ഈ സർവശക്തനായ ദൈവത്തിന് വേണമെങ്കിൽ സ്വർഗത്തിലിരുന്ന് എൻ്റെ പ്രശ്നത്തെ പരിഹരിക്കാമായിരുന്നു. അതിന് പകരം ഈ ദൈവം എന്താണ് ചെയ്തത്? അവൻ തൻ്റെ തേജസ് വേണ്ടെന്ന് വെച്ചു, അവൻ തൻ്റെ മഹത്വം വേണ്ടെന്ന് വെച്ചു, ദൂതന്മാരുടെ ആരാധന വേണ്ടെന്ന് വെച്ചു. അവൻ സ്വർഗത്തിൽ നിന്ന് താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. കന്യക മറിയത്തിൻ്റെ ഉദരത്തിൽ തൻ്റെ ദിവസത്തിന് വേണ്ടി കാത്തുപാർത്തു. ഈ പൊടി മണ്ണിലൂടെ നടന്നു, മനുഷ്യനോടൊപ്പം സഞ്ചരിച്ചു. അവൻ്റെ വിഷമത്തെ മനസ്സിലാക്കാൻ മഹാദൈവം അവനെ പോലെ ആയിത്തീർന്നു. ഇന്ന് പകലിൽ കുമ്പനാടിരിക്കുന്ന ദൈവമക്കൾ കേൾക്കണമേ, ദൂരത്തെവിടെയെങ്കിലും ഇരുന്ന് നിന്റെ വിഷയത്തെ എനിക്കറിയാം എന്ന് പറയുന്നവനല്ല യേശു കർത്താവ്. നാം ആരെന്നറിയാൻ നൂറ്റാണ്ടുകൾക്ക് പുറകിൽ നമ്മെ പോലെ ആയിത്തീർന്ന് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നവന്റെ പേരാണ് നസറായനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 5 അടി 1 ഇഞ്ചുകാരനായ എൻ്റെ പ്രശ്നത്തെ മനസ്സിലാക്കാൻ എന്നെ പോലെ ആയിത്തീർന്നവനായ ദൈവം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ആരാണ് ക്രിസ്തു തമ്പുരാൻ? നമ്മെ പോലെ ആയിത്തീർന്ന. അതാണ് ഈ സ്നേഹത്തിൻ്റെ പ്രദർശനം എന്നുള്ളത്. വർണ്ണിക്കാനായി പല കാര്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ടെങ്കിലും സമയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മകളിൽ പറഞ്ഞു തന്ന് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത? ഒന്ന്, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 3-ാം വാക്യം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പരിചിതമായിരിക്കും. ഇങ്ങനാണ് വായിക്കുന്നത്: യഹോവ ദൂരത്ത് നിന്ന് എനിക്ക്
പ്രത്യക്ഷമായി അരുളി ചെയ്തത്. അടുത്ത പദം എൻ്റെ കൂടെ എല്ലാ ദൈവമക്കളും ശ്രദ്ധിക്കണം. നിത്യമായ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയാ ദീർഘമാക്കിയിരിക്കുന്നു. ശ്രദ്ധിക്കണേ, ദൈവസ്നേഹത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത നിത്യമായ സ്നേഹം. എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. സ്തോത്രം. നിത്യമായ സ്നേഹം. ഇത് എത്തിപ്പിടിച്ച് വ്യാഖ്യാനിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതെന്താണെന്നറിയാമോ? ഇതിൻ്റെ അകത്തിരിക്കുന്നവരാരും നിത്യമായിട്ടുള്ളവരല്ല. കാരണം എന്താ? നമുക്കൊക്കെ ഒരു തുടക്കമുണ്ടായിരുന്നു. അപ്പോൾ ഈ നിത്യമായ സ്നേഹത്തെ എങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും? ഒറ്റ വാക്കിൽ പറഞ്ഞ വാലും തുമ്പുമില്ലാത്ത സ്നേഹം, ഒടുക്കവും തുടക്കവും ഇല്ലാത്ത സ്നേഹം. അതെന്തൊരു സ്നേഹമാണ്! അത് വർണ്ണിക്കാൻ നമുക്ക് പ്രയാസമാണ്. കാര്യം നമ്മുടെ എല്ലാ സ്നേഹത്തിനൊരു തുടക്കമുണ്ട്, നമ്മുടെ എല്ലാ സ്നേഹത്തിനൊരു ഒടുക്കവുമുണ്ട്. ശ്രദ്ധിക്കണേ, എത്ര വലിയ സ്നേഹമാണെങ്കിലും അതിനൊരു തുടക്കമുണ്ട്, എത്ര വലിയ സ്നേഹമാണെങ്കിലും അതിനൊരു ഒടുക്കവുമുണ്ട്. ഞാനതൊന്ന് വർണ്ണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പഠിച്ച ഭാഷയിൽ നിങ്ങൾ കേട്ടുപോയാൽ മതി. ഒരു ദിവസം എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് ഛർദ്ദിക്കാൻ വന്നു. ഇത് ഭാവനയാണ് കേട്ടോ, ഞാൻ ഇല്ലാതിരുന്ന കാലത്തെ ഞാൻ ഈ പറയുന്നത്. ഒരു ദിവസം എൻ്റെ അമ്മയ്ക്ക് ഛർദ്ദിക്കാൻ വന്നു. പുറത്തേക്ക് എൻ്റെ അമ്മ ഓടി, പുറകെ എൻ്റെ അമ്മച്ചി ഓടി, എന്നിട്ട് മുതുക് തിരുമ്മിക്കൊടുക്കാൻ തുടങ്ങി. ഇല്ല, അതൊരു മര്യാദയാണല്ലോ. അപ്പോൾ തിരുമ്മിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മച്ചി എൻ്റെ അപ്പനോട് പറഞ്ഞു, എൻ്റെ പപ്പയോട് പറഞ്ഞു, എടാ പെങ്കൊച്ചിന് എന്തോ ഏനക്കേടുണ്ട്, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ എന്തോ സൂക്കേടുണ്ട്, ഇവളെയും കൊണ്ട് വേഗം ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. ഉടനെ അയലോക്കത്ത് കണ്ട ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് എൻ്റെ അപ്പൻ നേരെ വടക്കാഞ്ചേരിക്ക് ആശുപത്രിയിൽ പോയി. അവിടെ ചെന്ന് ഡോക്ടർ പരിശോധനയൊക്കെ നടത്തി വെച്ച് എൻ്റെ അപ്പന് കൈ കൊടുത്തേച്ച് പറഞ്ഞു, കൺഗ്രാജുലേഷൻ. എൻ്റെ അപ്പൻ എന്താന്ന് പിടികിട്ടാതിരിക്കുമ്പോൾ പറഞ്ഞു, മിസ്റ്റർ, താങ്കൾ ഒരു അപ്പനാകാൻ പോകുന്നു. ഇത് ഏനക്കേടല്ല, ഉദരത്തിൻ്റെ അകത്തൊരാൾ ഉരുവായിട്ടുണ്ട്, അതിൻ്റെ ലക്ഷണമാണ്. കേട്ടതു മുതൽ എൻ്റെ അമ്മ തൻ്റെ നടപ്പിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി, പെട്ടെന്ന് കുനിയാതായി തുടങ്ങി. എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു മിതത്വം പാലിച്ചു. അതെന്താ കാര്യം? അമ്മയുടെ ഉദരത്തിൻ്റെ അകത്തൊരു ജീവൻ ഉളവായിട്ടുണ്ട്. അപ്പം എപ്പോഴാ അമ്മ സ്നേഹിച്ചത്? ഞാനെന്ന വ്യക്തി എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായെന്നറിഞ്ഞപ്പോൾ ആരംഭിച്ചതാണ് അമ്മയുടെ സ്നേഹം. എൻ്റെ അപ്പൻ എപ്പോഴാ എന്നെ സ്നേഹിച്ചത്? അപ്പൻ്റെ രക്തത്തിൽ ഒരുവൻ പിറക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ ആരംഭിച്ചതാണ് മാതാപിതാക്കളുടെ സ്നേഹം. തീർന്നില്ല. ഞാൻ ജനിച്ച് വീണത് തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലാണ്. അവിടെ നിന്ന് എൻ്റെ അമ്മേനെ ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങളെ കൊണ്ട് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ചേട്ടനും ചേച്ചിയും എന്നെ തുറിച്ചു നോക്കി. അവിടെയാണ് അവർക്ക് എന്നോടുള്ള സ്നേഹം ആരംഭിച്ചത്. എന്ന് വെച്ചാൽ വീട്ടിലെത്തിയ കൊച്ചനുജനെ കണ്ടപ്പോഴാണ് ചേട്ടനും ചേച്ചിയും സ്നേഹിക്കാൻ തുടങ്ങിയത്. ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴാണ് ടീച്ചർ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എനിക്ക് കളിക്കാൻ കൂട്ടുകാരെ കിട്ടിയപ്പോഴാണ് കൂട്ടുകാരെന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എനിക്ക് ജോലി കിട്ടിയപ്പോഴാണ് സഹപ്രവർത്തകരെന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഞാൻ വിവാഹം കഴിച്ചപ്പോഴാണ് ഭാര്യ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എനിക്കൊരു പൈതലുണ്ടായപ്പോഴാണ് അപ്പൻ എന്ന രീതിയിൽ എൻ്റെ കുഞ്ഞെന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ അർത്ഥം എന്താ? ഇന്ന് ഭൂതലത്തിൽ ബേസിലിൻ്റെ ചുറ്റുമുള്ള സകല സ്നേഹത്തിനും ഒരു തുടക്കമുണ്ട്. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ കേട്ടോണേ, നിങ്ങൾക്ക് അവകാശം പറയാൻ കഴിയുന്ന ഏത് സ്നേഹത്തിനും ഒരു തുടക്കമുണ്ട്. സ്തോത്രം, സ്തോത്രം. ഈ തുടങ്ങിയ സ്നേഹത്തിനൊക്കെ ഒരു കുഴപ്പമുണ്ട്. എന്നാന്നറിയാമോ? തുടങ്ങിയ സ്നേഹത്തിനൊക്കെ ഒരു ഒടുക്കവുമുണ്ട്. ഹല്ലേലൂയ. നല്ല സ്നേഹം ഒരു പക്ഷേ ശവക്കുഴി വരെ പോകുമായിരിക്കും. എന്ന് വെച്ചാൽ മരണം വരെ പിരിയാത്ത നല്ല സ്നേഹങ്ങളുണ്ട്. എന്നാൽ മരണത്തിന് മുമ്പേ പിരിഞ്ഞു പോയേറെ സ്നേഹമുണ്ട്. 9 മാസവും ചില്ലറ ദിവസവും ചുമന്ന് പ്രസവിച്ച അമ്മ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നത് കാണുമ്പോൾ അറിയാതെ പറയും, മാതൃസ്നേഹത്തിന് അവസാനമുണ്ടെന്ന്. മറ്റൊരാൾക്ക് വേണ്ടി സ്വന്തം കുടുംബത്തെ അപ്പനിട്ടു പോകുമ്പോൾ അറിയാതെ പറയും, പിതൃസ്നേഹത്തിന് അവസാനമുണ്ടെന്ന്. നിസാര കാരണങ്ങൾക്കകത്ത് കുടുംബ കോടതികളിൽ വ്യക്തിബന്ധങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ അറിയാതെ പറയും, ഭാര്യ ഭർത്തൃ സ്നേഹത്തിന് അവസാനമുണ്ടെന്ന്. ലോകത്തിലൊരു സ്നേഹം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു അവസാനമുണ്ട്. എന്നാൽ മരണത്തിലും പിരിയാത്ത ഒരു സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹത്തിന്റെ പേരാണ് യേശു കർത്താവിന്റെ സ്നേഹം.
ഹല്ലേലൂയ. എനിക്കത് അങ്ങനെ അങ്ങ് പറഞ്ഞു പോയാൽ ഒക്കത്തില്ല. അതിനൊന്നുകൂടെ വ്യാഖ്യാനിക്കാം. എനിക്ക് ലഭിച്ച തമ്പുരാൻ്റെ കൃപയ്ക്കനുസരിച്ച് ഞാൻ പറയാം. എന്നാ ഈ സ്നേഹം തുടങ്ങിയത്? അതിനാ നിത്യമായ സ്നേഹം എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ സങ്കീർത്തനക്കാരൻ പറയുന്ന ചില ഭാഷകളുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുക, ദൈവം എന്നെ എന്നാ സ്നേഹിച്ചു തുടങ്ങിയേ? 139 സങ്കീർത്തനം അതിൻ്റെ 16 വാക്യം. നിങ്ങൾ നോക്കണ്ട, വായിക്കേണ്ട നിർബന്ധമില്ല. എന്നെ നോക്കിയിരുന്നാൽ മതി, വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ കണ്ണടച്ചിരുന്നോ, കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വായിച്ചു പൊക്കോളാം, സമയം നഷ്ടപ്പെടുത്തണ്ട. അതിനുവേണ്ടി കുറിച്ച് വെച്ചിട്ടുണ്ട്. 139 16 വാക്യം. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ്, ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ സൺഡേ സ്കൂളിൽ എല്ലാവരെയും പറഞ്ഞു വിടും, ഉള്ള കാര്യം പറയുക. 139 സങ്കീർത്തനം അറിയാത്തവരൊന്നും ഇതിൻ്റെ അകത്തുണ്ടാവില്ല, എല്ലാവർക്കും അറിയാം. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അതെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. അപ്പം സങ്കീർത്തനക്കാരൻ പറയുക, തമ്പുരാൻ എന്നെ കണ്ടതും എന്നോടുള്ള സ്നേഹം തുടങ്ങിയതും പിണ്ടാകാരമായിരുന്നപ്പോൾ എന്ന് വെച്ചാൽ ഒരു ജീവനായി ഭ്രൂണമായി അമ്മയുടെ ഗർഭപാത്രത്തിൽ കടന്നുകൂടിയപ്പോഴാണ് തമ്പുരാൻ എന്നെ കണ്ടത് എന്നതാണ് സങ്കീർത്തനക്കാരൻ്റെ ഭാഷ്യം. തീരുന്നില്ല. യിരെമ്യാ പ്രവാചകൻ പറയുകയാണ് 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ, ദൈവം യിരെമ്യാവിനോട് നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ. അപ്പം യിരെമ്യാവിന് കിട്ടിയ വെളിപ്പാട് പിണ്ടാകാരമായപ്പോഴല്ല, നീ അമ്മയുടെ ഉദരത്തിലേക്ക് വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. അപ്പം യിരെമ്യാവിന് മനസ്സിലായില്ല. അതിന് വ്യക്തത കിട്ടിയ ആരാന്നറിയാമോ? അത് പുതിയ നിയമത്തില്ല. അതുകൊണ്ടാണ് പ്രോഗ്രസ് റെവലേഷൻ എന്ന് തിരുവചനത്തെ വിളിക്കുന്നത്. ഉൽപ്പത്തിയിൽ നിന്ന് ആരംഭിച്ച് വെളിപ്പാടിൽ പോയി അവസാനിക്കുമ്പോൾ നല്ല വ്യക്തതയുള്ള വെളിപ്പാടുകളെ കാണാം. അതുകൊണ്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നല്ല വ്യക്തത വരികയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം തിരുവചനം, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ നമ്മെ ഉലകസ്ഥാപനത്തിനു മുമ്പേ അവനിൽ തിരഞ്ഞെടുത്തു. സ്തോത്രം. അപ്പോൾ പിണ്ടാകാരത്തിൽ തുടങ്ങി അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പെന്ന് പറഞ്ഞേച്ച് വിശുദ്ധ പൗലോസ് പറയുകയാണ്, നിഷ്കളങ്കരാകേണ്ടതിന് ഉലകസ്ഥാപനത്തിന് മുമ്പേ. അപ്പോൾ ഒരു ചോദ്യം ഇവിടെ ഇരിക്കുന്ന അപ്പനമ്മമാരോട് ചോദിക്കുക, ഉലകം സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് എന്താ ഉണ്ടായിരുന്നത്? ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് എന്താ ഉണ്ടായിരുന്നത്? ഒന്നുകൂടെ വിശദമാക്കി പറഞ്ഞാൽ, നമ്മുടെ ഭൂമി സ്ഥിതി ചെയ്യുന്ന മിൽക്കി വേ എന്ന ഈ വലിയ ഗ്രഹം നിർമ്മിക്കപ്പെടുന്നതിന് മുമ്പ്, സൂര്യൻ ഉണ്ടാകുന്നതിന് മുമ്പ്, ചന്ദ്രൻ ഉണ്ടാകുന്നതിന് മുമ്പ്, സ്വർഗമുണ്ടാകുന്നതിന് മുമ്പ്, ദൂതനുണ്ടാകുന്നതിന് മുമ്പ്, എന്തെങ്കിലും ഉളവാകുന്നതിന് മുമ്പ് ആരുണ്ടായിരുന്നു? ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അതാ സങ്കീർത്തനക്കാരൻ പറഞ്ഞ്, എൻ്റെ ദൈവമേ, നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പേ എന്ന് വെച്ചാൽ, ഇന്ന് കാണുന്ന എന്തെങ്കിലും ഉളവാകുന്നതിന് മുമ്പ് ദൈവമുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ? ദൈവ സ്നേഹത്തിൻ്റെ അർത്ഥം, നിത്യമായ സ്നേഹത്തിൻ്റെ അർത്ഥം, എന്ന് തൊട്ട് ദൈവമുണ്ടോ അന്ന് തൊട്ട് ആ ദൈവത്തിന് എന്നോട് സ്നേഹമുണ്ടായിരുന്നു. അയ്യോ, ഞാൻ നല്ലൊരു ആമേനാ പ്രതീക്ഷിച്ചത്. ഞാൻ വലിച്ചു വാരി പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് പിടികിട്ടിയില്ലെന്ന് തോന്നുന്നല്ലേ? ഞാൻ എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നുകൂടെ പറയാം. എൻ്റെ ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തിന് എന്തോ ഒരു പ്രായമുണ്ട് എന്ന് ചോദിച്ചാൽ അതിന് ദൈവത്തോളം പ്രായമുണ്ട്. എൻ്റെ ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തിന് എത്രയും പഴക്കമുണ്ടെന്ന് ചോദിച്ചാൽ അതിന് ദൈവത്തോളം പഴക്കമുണ്ട്. ഹല്ലേലൂയ. ആ സ്നേഹത്തെ വിളിക്കുന്ന പേരാണ് നിത്യമായ സ്നേഹം എന്ന് വെച്ചാൽ, ഈ മഹാദൈവം തൻ്റെ കാര്യപരിപാടിക്കകത്ത് എന്നെ എന്ന് സൃഷ്ടിക്കണമെന്ന് തീരുമാനിച്ചോ അന്ന് തൊട്ട് ഈ മഹാദൈവത്തിന് എന്നോട് മാറ്റമില്ലാത്ത സ്നേഹമുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വിചാരിച്ചേക്കുന്ന വീട്ടിൽ ജനിച്ചപ്പോൾ ആരംഭിച്ചതാ? അല്ല.
കൺവെൻഷനിൽ കൈപൊക്കിയപ്പോൾ ആരംഭിച്ചതാ അല്ല. സൺഡേ സ്കൂളിൽ പോയപ്പോൾ ആരംഭിച്ചതാ അല്ല. മാമൂദിസ വെള്ളം തലേ വീണപ്പോൾ ആരംഭിച്ചതാ അല്ല. മെമ്പർഷിപ്പ് എടുത്തപ്പോൾ ആരംഭിച്ചതാ അല്ല. എന്ന് തൊട്ട് കർത്താവുണ്ടോ അന്ന് തൊട്ട് ആ കർത്താവിന് എന്നോട് സ്നേഹമുണ്ട്. ആ കരങ്ങളെ ഉയർത്തി കർത്താവിനൊരു സ്തോത്രം ചെയ്താട്ടെ. ദൈവ പൈതലേ, ഇന്നലകളിൽ ആരംഭിച്ചത് നാളുകളിൽ അവസാനിക്കും. പക്ഷെ നിത്യതയിൽ ആരംഭിച്ചത് നിത്യതയിലെ അവസാനിക്കുകയുള്ളൂ. ആര് കൈവിട്ടേച്ച് പോയാലും, ആര് മറന്നേച്ച് പോയാലും, ആരുപേക്ഷിച്ചിട്ട് പോയാലും അനാദിയായ ദൈവത്തിൻ്റെ സ്നേഹത്തിന് മാറ്റം വരികയില്ല. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. എനിക്കൊത്തിരി ആവേശമുണ്ട്. പക്ഷേ എൻ്റെ ആവേശം കൊണ്ട് പെട്ടെന്ന് എൻ്റെ തൊണ്ട അടയാൻ തുടങ്ങി. അപ്പം ഞാൻ ചെല്ലുന്നിടത്തൊക്കെ വിചാരിക്കും ഇച്ചിരി കൺട്രോൾ ചെയ്യാമെന്ന്. വെറുതെ ഒന്നും നടക്കുന്നില്ല. എവിടെ പോയാലും ഈ ആവേശം കൂടെ പോരുകയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ ആവേശത്തിൽ പറയാൻ പറ്റുന്നിടത്തോളം ഞാൻ പറഞ്ഞു നിർത്താം. എൻ്റെ ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തിന് എൻ്റെ ദൈവത്തോളം പഴക്കമുണ്ട്. സ്തോത്രം. ഒന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് മനസ്സിലാകണമെങ്കിൽ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: അവൻ പിന്നെയും കടൽക്കര വെച്ച് ഉപദേശിപ്പാൻ തുടങ്ങി. അപ്പോൾ ഏറ്റവും വലിയ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നു. ഞാൻ പെട്ടെന്ന് വിചാരിച്ച് നിങ്ങൾ ബാക്കി വായിക്കുന്നു. പിന്നെ ഓർത്തത് ബൈബിളൊക്കെ അടച്ചോളാൻ പറഞ്ഞ കാര്യം, അതുകൊണ്ട് ഞാൻ തന്നെ ബാക്കിയും വായിച്ചു. അപ്പം നിങ്ങൾ കേട്ടാൽ മതി. ഈ പ്രസംഗിക്കാൻ പോകുന്നവരോട് ചോദിക്കണം, പ്രത്യേകിച്ച് റോയ് സാറിനോട് അങ്കിളിനോടൊക്കെ ചോദിച്ചു നോക്കുക. ഈ പ്രസംഗിക്കാൻ പോകുമ്പോൾ ആൾക്കാരുള്ളിടത്ത് പ്രസംഗിക്കുകയാണ് എളുപ്പം, ആൾക്കാർ കുറവുള്ളിടത്ത് പ്രസംഗിക്കുകയാണ് എളുപ്പം? ഉള്ള സത്യം പറയാലോ, ആൾക്കാരുള്ളിടത്ത് പ്രസംഗിക്കുകയാണ് എളുപ്പം. കാര്യം എന്നറിയാമോ? എത്ര നല്ല പ്രഭാഷണം നടത്തിയാലും സമാധാനത്തോടെ ഉറങ്ങാൻ വരുന്നൊരു കൂട്ടരുണ്ട് എവിടെ ചെന്നാലും. അപ്പം ഞങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ സന്തോഷം എന്നാണെന്നറിയാമോ? പൗലോസ് ഉറങ്ങി ഒരുത്തൻ താഴെ വീണ് തലയും കുത്തി വീണ്, പൗലോസ് പ്രസംഗിച്ചപ്പോൾ ഒരുത്തൻ തലയും കുത്തി താഴെ വീണ് മരിച്ചെന്നാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. 10-12 വർഷമായിട്ട് പ്രസംഗിക്കാൻ പോയിട്ട് അങ്ങനെ ഒരു അനർത്ഥം ഇതുവരെ കാണേണ്ട വന്നിട്ടില്ല. അപ്പോൾ ആ ഭാഗം വായിക്കുമ്പോൾ വലിയ സന്തോഷമാണ്. പൗലോസ് പ്രസംഗിച്ചപ്പോൾ ഒരുത്തൻ തലയും കുത്തി വീണ് അവൻ ചത്തുപോയെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞങ്ങളെപ്പോലുള്ളവർക്ക് പ്രസംഗിക്കാൻ ഇഷ്ടം ആൾ കൂടുന്നിടത്താണ്. അപ്പം ഞാനൊക്കെ തുടങ്ങിയത് വളരെ കൊച്ചു കൂട്ടായ്മയെന്നാണ്. മിഷൻസിൻ്റെയാണ് എന്നെ ദൈവവചന ശുശ്രൂഷ ട്രെയിൻ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ജോ ചെറിയാൻ സാറിനെ, ബാബുചാനും ജോൺസച്ചാനും ഒന്നും എനിക്ക് മറക്കാൻ ഒക്കുകയല്ല. എന്നെ ആത്മീക ശുശ്രൂഷയെ വളർത്തിക്കൊണ്ട് വന്നത് അവരാണ്. അപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി. കരുനാഗപ്പള്ളിക്ക് അപ്പുറത്ത് കൊല്ലത്ത് ഒരു സ്ഥലത്ത് എന്നോട് കൂട്ടായ്മയ്ക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ വന്ന സമയം ഭയങ്കര ആവേശമാണ്. എവിടെയെങ്കിലും പ്രസംഗിക്കാൻ പോകാൻ പറഞ്ഞാൽ ഭയങ്കര ആവേശമാണ്. ഞാൻ എൻ്റെ ബൈക്കൊക്കെ ഓടിച്ച് 2-2.5 മണിക്കൂർ അടൂര് വഴി അങ്ങോട്ട് കൂട്ടായ്മയ്ക്ക് ചെന്നു. അതങ്ങൊരറ്റത്താണ്, കൊല്ലത്തിൻ്റെ ഒരറ്റത്താണ്. അവിടെ ചെന്ന് കയറി 10 മണിക്കെന്ന് പറഞ്ഞാൽ 9:45 അവിടെ സമയത്ത് ചെന്നു. ഇന്ന് ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നേ, കാരണമുണ്ട്, അങ്കിളിനോട് പറഞ്ഞോളാം, നിങ്ങളോട് പറയില്ല. അപ്പോൾ ഞാനങ്ങ് അവിടെ സമയത്ത് ചെന്നു, അവിടെ ഇരിക്കുക. അപ്പോൾ 2 പേർ ഇറങ്ങി വന്നു. 2 പേര് എൻ്റെ അത്രയും പൊക്കമുള്ളൂ, അപ്പച്ചനും അമ്മച്ചിയാണ്. ഞാൻ തമാശയ്ക്ക് പറയുക, അവരെ കുറ്റം പറയുകയല്ല കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കാര്യം വിവരിക്കാൻ വേണ്ടി പറയുക. അപ്പച്ചൻ്റെ പ്രത്യേകത, അപ്പച്ചന് പകുതിയെ കാണുകയുള്ളൂ എന്ന് വെച്ചാൽ മുഴുവനായിട്ടുള്ള കാഴ്ചയില്ല. അപ്പച്ചൻ വേദപുസ്തകമാണെന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് വന്നേക്കുന്നത്, പിള്ളേരെങ്ങാണ്ട് സയൻസ് പഠിച്ച പുസ്തകം എടുത്തുകൊണ്ടാണ് അപ്പച്ചൻ വന്നേക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ അപ്പച്ചൻ്റെ കണ്ണ് പകുതിയെ പിടിക്കുകയുള്ളൂ. അമ്മച്ചിയുടെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ തൃശ്ശൂർ പൂരത്തിൻ്റെ നടുവിൽ കൊണ്ട് നിർത്തി എന്താ മക്കളെ ഇവിടെ വെളിച്ചം മിന്നുന്നതെന്ന് ചോദിക്കുന്ന അവസ്ഥയാണ്. ചെവി കേൾക്കത്തില്ല. അപ്പോൾ ഇവർ 2 പേരും കൂടെ കൂട്ടായ്മ നടത്തുന്ന താല്പര്യമുള്ളത് കൊണ്ടാണ്, സ്നേഹമുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു 10 പേരെങ്കിലും വരുമായിരിക്കുമെന്ന്. ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് ആ ദേശത്ത് പ്രവർത്തിക്കുന്ന ദൈവദാസൻ വന്നു. അപ്പോൾ നമ്പർ 3 ഞാനടക്കം 4 പേരായി. കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ള വസ്ത്രം ധരിച്ച ഒരു ഉപദേശിയും കൂടെ വന്നു. അദ്ദേഹം ഏതോ ഒരു ചർച്ചിനെ ലീഡ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹവും വന്നു. വേറെ ആരും വന്നില്ല. നിങ്ങൾ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ണ് പിടിക്കാത്ത അപ്പച്ചനും ചെവി കേൾക്കാത്ത അമ്മച്ചിയും, 2 ഉപദേശിമാരും. ഇവരെയും വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെ പ്രസംഗിക്കും? എനിക്കറിയാവുന്ന ഒറ്റ വഴിയുള്ളൂ, ആകാശമേ കേൾക്കാ ഭൂമിയെ കണ്ണടച്ചൊരൊറ്റ പ്രസംഗമാണ്. എപ്പോൾ തുടങ്ങി എപ്പോൾ അവസാനിപ്പിച്ചെന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് എന്നെ വിടാൻ നേരത്ത് ഞാൻ ചോദിക്കും, ആരേലും ഒക്കെ കാണുമോ? കാര്യം ഈ 2-2.5 മണിക്കൂർ ബൈക്ക് ഓടിച്ച് അവിടെ ചെന്ന് ഇങ്ങനെ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ അങ്ങ് പോയി എവിടെ വരെ പോയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിലവേ കൺവെൻഷൻ വരെ പോയിട്ടുണ്ട്. അത് അടിമാലി നടക്കുന്ന ഒരു കൺവെൻഷനാണ്, 10,000 പേര് കൂടുന്നതാണ്. അതിന് പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമുണ്ട്, എന്നാണെന്നറിയാമോ? പകുതി പേരിരുന്ന് ഉറങ്ങിയാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിന്
അതിൻ്റെ അകത്ത് എന്തായാലും കൈ പൊക്കാൻ പകുതി പേര് കാണും എന്നുള്ള ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ വരുമ്പോഴും ഒരു പ്രത്യേക സന്തോഷമൊക്കെ ഉണ്ട്. ഇപ്പോഴും അന്തം വിട്ടിരിക്കുന്ന കുറച്ച് പേര് ഇതിൻ്റെ അകത്തുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും കുറച്ച് പേരിടയ്ക്കൊക്കെ കൈ പൊക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് സന്തോഷമുണ്ട്. അപ്പോൾ യേശു കർത്താവിൻ്റെ പ്രസംഗം തുടങ്ങിയപ്പോൾ അന്ന് ഭയങ്കര പുരുഷാരം വന്നെന്ന് എഴുതി വെച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ എണ്ണിക്കൂടാത്ത പുരുഷാരം വചനം കേൾക്കാൻ വന്നിരുന്നു. പ്രസംഗം തുടങ്ങി അങ്ങ് വന്ന് പോയിൻ്റൊക്കെ പറഞ്ഞ് സ്ഥാപിക്കുന്നതിൻ്റെ ഇടയ്ക്ക് യേശു കർത്താവ് പറഞ്ഞു, ബാ നമുക്ക് അക്കരയ്ക്ക് പോകാം. കേട്ട വഴി ശിഷ്യന്മാർ പറഞ്ഞു, ഓക്കെ കർത്താവേ, പോയിൻ്റൊക്കെ പ്രിപ്പയർ ചെയ്തോ, ഞങ്ങൾ വഞ്ചി തുഴഞ്ഞോളാം, അക്കരെ നല്ല സന്ദേശം കൊടുക്കാൻ ദൈവം സഹായിക്കട്ടെ, പ്രാർത്ഥിച്ചോളാം. അപ്പം കമ്മിറ്റിക്കാരാരാന്ന് നിങ്ങൾക്കറിയാലോ. അത് 12 പേരാ. ആളെ ഇരുത്തുന്നത്, കൊട്ട എടുക്കുന്നത്, അപ്പം കൊടുക്കുന്നത്, മീൻ വിളമ്പുന്നത്, വരിയായി ഇരുത്തുന്നത് എല്ലാം കമ്മിറ്റിക്കാരുടെ പണിയാണ്. എന്ന് വെച്ചാൽ ശിഷ്യന്മാരാ കമ്മിറ്റിക്കാർ. ഈ കമ്മിറ്റിക്കാർക്കൊരാവേശമുണ്ട്. അത് മനസ്സിലാക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തിരുവല്ലയ്ക്ക് വന്നാൽ മതി. ഇന്ന് അവിടെ ഒരു കൺവെൻഷൻ ഞങ്ങൾ നടത്തുന്നുണ്ട്. അപ്പം ഞാനും കമ്മിറ്റിക്കാരനാ. എനിക്കൊരാവേശമുണ്ട്. കസേര എടുത്തുന്നു, വണ്ടി പാർക്ക് ചെയ്യുന്നു, ആൾക്കാരെ വിളിക്കുന്നു. അതൊരാവേശത്തിൻ്റെ ഭാഗമാണ്. ശിഷ്യന്മാർക്ക് ആവേശമുണ്ട്. കാര്യം എന്താ, ഇവിടെ ഇത്ര വലിയ പുരുഷാരമെങ്കിൽ അക്കരെ എത്ര വലിയ പുരുഷാരം കാണും. ഈ പ്രതീക്ഷയോടെയാ പോകുന്നത്. വഞ്ചി പോകുന്ന വഴിക്കുണ്ടായ പ്രശ്നമൊന്നും ഞാൻ പറയുന്നില്ല. വഞ്ചി തുഴഞ്ഞ ഒരു പരുവത്തിൽ അപ്പുറം ചെന്നു. അവിടെ ചെന്നപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്താ, ഗദരദേശം നിറച്ചാളുകളാ. അപ്പോഴടാതെ ഒരുത്തൻ ഓടി വരുന്നവൻ്റെ കയ്യിലിരിക്കുന്നത് വേദപുസ്തകമല്ല, പ്രത്യുത ഉരുമിയൊടിച്ച വിലങ്ങാണ്. അവൻ പ്രൈസ് ദി ലോർഡ് പറഞ്ഞോണ്ടല്ല വരുന്നത്. അവൻ വരുന്നത് അയ്യോ സമയത്തിന് മുമ്പേ എണ്ണിപ്പിക്കാൻ നീ വന്നോന്നും ചോദിച്ചോണ്ടാ വരുന്നേ. പെട്ടെന്ന് മുമ്പിൽ നടന്ന കമ്മിറ്റിക്കാരെല്ലാം പുറകിലേക്ക് പോയി. പെട്ടെന്ന് പത്രോസൊക്കെ പുറകിലേക്ക് വലിഞ്ഞു. എന്നിട്ട് പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ തമ്മി പറഞ്ഞു കാണും. ബോധമുള്ള ആയിരക്കണക്കിന് ആൾക്കാർ അപ്പുറം ഇരിക്കുമ്പോൾ വേണ്ടടാ ഒരു ബോധവും ഇല്ലാത്ത ഒരുത്തനെ തേടി ഇക്കരയ്ക്ക് പോന്ന ഈ കർത്താവിന് എന്തിൻ്റെ സൂക്കേടാ ഇല്ലേ? വേണേ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. കാര്യം എന്താ, സ്തോത്രം പറയാനുള്ള കൂട്ടത്തെ വിട്ടേച്ച് അയ്യോ എന്ന് പറയുന്ന ഒരുത്തൻ്റെ പുറകെ തേടിപ്പോയേക്കുകയാ. അതിൻ്റെ കാരണം വിശദീകരിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം ഒന്ന് പറഞ്ഞ് കൺഫേം ചെയ്തോട്ടെ. ഈ വന്നവൻ ചില്ലറ പുള്ളിയല്ല. ഒരുത്തനാണ് വന്നെങ്കിലും മൊത്തം കണക്ക് കൂട്ടാൻ പോയാൽ 6001 പേരുണ്ട് ഇല്ലേ? ഒരു വലിയ നമ്പറുണ്ട് പ്രസംഗം കേൾക്കാം. പക്ഷെ 6000 അവൻ്റെ മേത്താണെന്ന് മാത്രം. എല്ലാം കൂടെ ഒരുമിച്ചാണ് വന്നേക്കുന്നത്. അപ്പം ഇവരെല്ലാം കൂടെ എന്തിനാ ഇവൻ്റെ മേത്ത് ഈ കയറി പറ്റിയിരിക്കുന്നത്? ഇവൻ വലിയ പുള്ളി ആയതുകൊണ്ടൊന്നല്ല. ഈ പിശാച് എന്തിനാ വരുന്നത്? അതിന് കർത്താവ് എന്തിനാ വന്നതെന്നറിയണം. എന്തിനാ കർത്താവ് വന്നത്? എന്തിനാ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത്? സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ഉപദേശിച്ചു തരും. എന്ന് വെച്ചാൽ ഒരുവൻ്റെ മേൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അവസാനിക്കുന്നത് അവനെ നിത്യതയിലെത്തിക്കുമ്പോഴാണ്. അങ്ങനാണെങ്കിൽ ഒരുവൻ്റെ മേൽ ദുരാത്മാവ് വന്നാലോ എന്താ അതിൻ്റെ അർത്ഥം? പിശാച് വരുന്നത് അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമെങ്കിൽ ഇവൻ്റെ പുറകിൽ വന്ന് ഈ 6000 ഭൂതങ്ങൾക്ക് പറയാൻ ഒരു സാക്ഷ്യമുണ്ട്. എന്താണെന്നറിയാമോ സാക്ഷ്യം? ഇവൻ്റെ മേൽ അവർ വന്നുകൂടിയത്. ഒരു ദിവസം ലൂസിഫർ നരകത്തിൽ ഒരു കൂട്ടായ്മ വിളിച്ചു. എന്നിട്ട് ലൂസിഫർ പറഞ്ഞു, ഗദരദേശത്ത് ഒരുത്തനുണ്ട്, അവനെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നൊരു ഭൂതം പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ അങ്ങ് പോയേക്കാം. ഭൂതം ഓക്കെ എന്നും പറഞ്ഞു വന്നു. അവൻ വന്നിട്ട് 3 മാസമായി വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നില്ല, ലെറ്റർ അയക്കുന്നില്ല, ഇൻസ്റ്റാഗ്രാമിൽ പിശാചിനെ വിളിക്കാതെ വന്നപ്പോൾ ലൂസിഫർ വിചാരിച്ചിട്ട് അവൻ പോയിട്ട് 3-3.5 മാസമായല്ലോ, ഇതുവരെ പോയവനെ കൊണ്ടുവന്നില്ലല്ലോ. അപ്പോൾ വേറൊരു കൂട്ടരെ വിട്ടു അവസാനം നരകത്തിൽ കിടന്ന് ഒരു ഡിപ്പാർട്ട്മെന്റ് മൊത്തം വന്നു. എന്തിനാ? ഇവനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. പിന്നെ നമ്മളവിടെ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഈ വന്നേക്കുന്നവരുടെ പ്രത്യേകത എന്താ? അത് മനസ്സിലാകണമെങ്കിൽ പന്നിയിലേക്ക് നോക്കിയാൽ മതി. ഒരു പന്നിയുടെ മേത്ത് 3 ഭൂതം വെച്ച് കയറി. കണക്ക് ഞാൻ വീക്കാം. 2000 × 3, അപ്പം എത്ര ഭൂതമായി? 6000. അപ്പോൾ ഒരു പന്നിയുടെ മേത്ത് എത്ര എണ്ണം കയറി? 3 എണ്ണം വെച്ച് കയറി. ഭൂതം 3 എണ്ണം കയറി. ഇപ്പോൾ പന്നി എന്താ ചെയ്തതെന്നറിയാമോ? ഈ വെള്ളത്തിൽ ചാടി. എൻ്റെ അപ്പം പണ്ട് പോത്തിനെ വളർത്തിയ കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ
അന്ന് ഈ സ്കൂളിൽ പോകുമല്ലോ പരിപാടി. ഇന്ന് നമുക്ക് കണ്ണു തുറക്കണൊക്കെ ആകുമ്പോൾ പിള്ളേർക്ക് അഡ്മിഷൻ സ്കൂളിൽ എടുക്കണം. അന്ന് അങ്ങനെ അല്ലായിരുന്നു. വലുതായാലും സ്കൂളിൽ വിടുകയല്ല, പട്ടിണിയുടെ കാലമല്ലേ. അപ്പോൾ അപ്പച്ചൻ പറയുക, പോത്തിനെയും കൊണ്ട് ഞങ്ങളുടെ അപ്പൻ്റെ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ അവിടെ കൂട്ടച്ചിരി ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, വേണേ പിന്നെ പറയാം. ഇത് തൃശ്ശൂരിലെ കാര്യം ഈ പറയുന്നത് കേട്ടോ. ഒരു തോടുണ്ട്. അപ്പോൾ ഈ പോത്ത് അപ്പുറം നിൽക്കും, അപ്പൻ ഇപ്പുറം നിൽക്കും. പിന്നെ ഇവർ തമ്മിൽ വടം വലിയ. പോത്തിന് വെള്ളത്തിലിറങ്ങാൻ എന്താ മടിയെന്നറിയാമോ? എന്നാൽ പിന്നെ പന്നിയുടെ കാര്യം പറയണോ? ഈ പന്നി എല്ലാം കൂടെ എടുത്തു ചാടി, ഒരെണ്ണമല്ല 2000 എടുത്തു ചാടി. അതെന്താ? ആത്മഹത്യ ചെയ്തതാ. അപ്പം ഞാൻ ചോദിക്കട്ടെ, മൃഗങ്ങൾ ഏതെങ്കിലും ആത്മഹത്യ ചെയ്ത നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനൊരു ഉദാഹരണം പറയാം. ഡിസ്കവറി ചാനൽ, അല്ലെങ്കിൽ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, മറന്നുപോയി, പ്രായമായിരുന്നു തോന്നുന്നു. ഡിസ്കവറി ഇരിക്കട്ടെ. ഡിസ്കവറി ചാനലിൽ ഒരു പുലി ഒരു മാനിൻ്റെ പുറകെ ഓടി. എത്ര ഓടിച്ചിട്ടും പുലിക്ക് മാനിനെ കിട്ടിയില്ല. നിരാശ കൊണ്ട് പുലി പോയി അടുത്ത റെയിൽവേ ട്രാക്കിൽ തല വെച്ച് ചത്തു. എന്താ നിങ്ങൾ ചിരിക്കാത്തത്? ഞാൻ വലിയ തമാശയാണ് പറഞ്ഞേ, മനസ്സിലായില്ല അല്ലേ? അതാണ് എൻ്റെ തമാശയുടെ പ്രത്യേകത. എനിക്ക് പോലും മനസ്സിലാവാറില്ല. പുലി തല വെച്ച് ചത്തു എന്ന വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിലൊരു പട്ടിക്കെട്ട് അടി കൊടുത്തിട്ട് ആ പട്ടി നിരാശ കൊണ്ട് വിഷം കഴിച്ചത് കേട്ടിട്ടുണ്ടോ? ഇല്ല. അതെന്താ കാര്യം? ഒരു മൃഗത്തിന് ജീവിക്കുന്നതിൻ്റെ അർത്ഥമറിയില്ല, മരിക്കുന്നതിൻ്റെ അർത്ഥമറിയില്ല. അതുകൊണ്ട് ജനിച്ച കാലം തൊട്ട് മരിക്കുന്നോടം വരെ ജീവിക്കുക എന്നുള്ളതാണ് മൃഗത്തിൻ്റെ തത്വം. എങ്കിൽ ഈ 2000 പന്നി ആത്മഹത്യ ചെയ്തതിൻ്റെ കാര്യമെന്നാ? അത് പന്നിയുടെ സ്വഭാവമല്ല, പന്നിക്കകത്ത് വ്യാപരിച്ച പിശാചിൻ്റെ സ്വഭാവമാണ്. എങ്കിൽ 6000 പിശാചുക്കൾ മാസങ്ങളോളം ഇവനെ കൊല്ലുവാൻ അവന്റെ ജീവിതത്തിൽ കുടിയിരുന്നു. എന്നിട്ടും ഇവൻ നശിച്ചു പോയില്ല. എന്തുകൊണ്ടാ നശിച്ചു പോകാത്തത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ. ദെക്കേപ്പൊലി നാട്ടിൽ യേശുവിനെ പ്രസംഗിക്കാൻ യുഗങ്ങൾക്ക് മുമ്പ് സ്വർഗം അവനെ തിരഞ്ഞെടുത്തു. ഇനി കരമുയർത്തി ഒരു ആമേൻ പറഞ്ഞ് എന്നിട്ടൊരു ദൂത് ദൈവമക്കളോട് പറയാം. നരകത്തിൽ കിടക്കുന്ന പിശാചുക്കൾ ഒരുമിച്ച് ശ്രമിച്ചാലും നിന്നെ നശിപ്പിക്കാൻ കഴിയില്ല. കാര്യം എന്താണെന്നറിയാമോ? അത്യുന്നതന്റെ കൃപ നിന്റെ മേലുണ്ട്, ദൈവത്തിന്റെ കരുണ നിന്റെ മേലുണ്ട്, സർവശക്തന്റെ ദയ നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മുഴുമദ്യപാനിയായി ജീവിച്ച ഒരാളുടെ മോനാണ് ഞാൻ. എൻ്റെ അപ്പയുടെ കാര്യം എൻ്റെ അപ്പം കേൾക്കണ്ട കേട്ടോ. ഈ കൂടെ കുറ്റം പറഞ്ഞപ്പോൾ അപ്പന് സഹിക്കാൻ പറ്റാതെ വരുന്നുണ്ട്. പിന്നെ തൃശ്ശൂരായതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാലോ എന്ന് കരുതിയാണ് പറയുന്നത്. മുഴുമദ്യപാനി എന്നൊന്നും അങ്ങനെ പറഞ്ഞാൽ പോരാ. ഒരു കാലത്ത് വാറ്റുചാരായമുണ്ടാക്കി കാട്ടിൻ്റെ അകത്ത് കടന്ന് കൂട്ടുകാരുടെ കൂടെ താൻ തോന്നിയായി ജീവിച്ച ഒരു മനുഷ്യൻ എൻ്റെ അപ്പൻ ഈ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുമ്പോൾ അങ്ങ് കണ്ണു നിറയും. എന്ന് വെച്ചാൽ കുടുംബ പ്രാർത്ഥനയുടെ കാര്യമാണ് പറയണേ. പ്രാർത്ഥിക്കാൻ ഇരുന്ന പ്രാർത്ഥന തീരുവല്ല. അപ്പച്ചനിരുന്ന് ഏങ്ങി കരയും, മുട്ടയെ കുത്തിയിരുന്ന് കരയും. എന്നിട്ട് അപ്പന് ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വണ്ണാരകമാതിൽ. ഈ പാട്ടും പാടിയേ ചിരുന്ന് കരയും. അപ്പൻ്റെ പ്രാർത്ഥന 1.5 മണിക്കൂറാണ്. ഞങ്ങൾ മുട്ടയെ കിടന്നുറങ്ങും. എന്തിനാ അപ്പ ഈ മുട്ടയെ കിടന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നേ? ഒറ്റ കാരണമേ ഉള്ളൂ. പണ്ടേ നശിച്ചു പോകേണ്ടിടത്ത് തൻ്റെ കൃപയുടെ ബഹുത്വം നിമിത്തം വിളിച്ച് കയറ്റി ക്രിസ്തുവെന്ന പാറമേൽ നിർത്തി രക്ഷയുടെ സന്തോഷം തന്ന് ദൈവ പൈതലാക്കിയത് ഓർക്കുമ്പോൾ ഹല്ലേലൂയ. ഈ ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ, ഇവൻ്റെ കാര്യമായി പറഞ്ഞു വന്നത്. അപ്പോൾ ഈ ശിഷ്യന്മാരെല്ലാം കൂടെ പറയുക, ഈ ബോധമുള്ളവന്മാരെ വിട്ടേച്ച് ഈ ബോധമില്ലാത്തവൻ്റെ പുറകെ എന്തിനാ അപ്പാ പോയെന്ന് ചോദിച്ചാൽ എന്താ യേശു കർത്താവിനുള്ള ഉത്തരം? അതാണിന്ന് പകലിൽ പറയാനുള്ള ഉത്തരം. എന്നറിയാമോ? മക്കളെ, ഇവനോടുള്ള സ്നേഹം ഇന്നലകളിൽ ആരംഭിച്ചതല്ല, അതിന്ന് ആരംഭിച്ചതല്ല. ഇത് നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ഇവനെ നിർമ്മിക്കണമെന്ന് എൻ്റെ പദ്ധതിക്കകത്ത് ഞാൻ നിശ്ചയിച്ചപ്പോൾ ആരംഭിച്ചതാണ്. ആ ഹൃദയം ഒന്ന് തുറന്ന്, അധരമൊന്ന് തുറന്ന് ദൈവത്തിനൊരു വാക്ക് സ്തോത്രം ചെയ്താട്ടെ. ചിലരെല്ലാം ശ്രമിച്ചിട്ടും ചില വഴികളിൽ നശിക്കേണ്ടി ഇരുന്നിട്ടും ഇന്ന് പകലിൽ ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യാനുള്ള കാരണം യുഗങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച മാറ്റമില്ലാത്ത ദൈവസ്നേഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
മാറ്റമില്ലാത്ത ദൈവസ്നേഹം. ഇതിനെ വിളിക്കുന്ന പേരാണ് നിത്യമായ സ്നേഹം. ഇനി വ്യാഖ്യാനിക്കണോ? ഒന്നുകൂടെ പറയാം. അധിക പ്രസംഗം ആവുമെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും ഒന്നുകൂടെ പറയാം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം എടുക്കരുത്, തുറക്കരുത്, നോക്കരുത്, പഴയ പറയുക. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം ആരാണെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ആരാ അവിടെ പറഞ്ഞേക്കുന്നേ? ശമരിയാക്കാരി സ്ത്രീ. എന്താ അവളുടെ പേര്? പ്രതിപാദിച്ചിട്ടില്ല. എപ്പോഴാണ് വെള്ളം കോരാൻ പോയേ? നട്ടുച്ചയ്ക്ക് നല്ല മൂത്ത് വെയിൽ നിൽക്കുമ്പോൾ. അന്ന് പിന്നെ സൂര്യതാപം ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും പോയത്. ഇപ്പം നമുക്ക് പോകാനും പറ്റുമല്ല, 10 മണി കഴിഞ്ഞാൽ പൊള്ളുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സഹോദരി എന്തിനാ ഈ നട്ടുച്ചയ്ക്ക് വെയിലുദിച്ചപ്പോൾ വെള്ളം കോരാൻ പോയേ? വെള്ളമില്ലായ്മ എന്ന് വെച്ചാൽ വെള്ളം വറ്റിപ്പോകുന്ന അവസ്ഥ നേരിട്ടവരുണ്ടോ ഇതിൻ്റെ അകത്ത്? ഉണ്ടായിരിക്കും അല്ലേ? അതൊക്കെ അനുഭവിച്ചവർ കാണും. അപ്പോൾ അയലോക്കത്തെ വീട്ടിലാണ് വെള്ളം എടുക്കാൻ പോണേ. എൻ്റെ വീട്ടിൽ ആ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കിണർ ഒരു സമയമാകുമ്പോൾ അങ്ങ് വറ്റിപ്പോകും. ഇപ്പോൾ വറ്റാറില്ല, പക്ഷെ നേരത്തെ വറ്റുമായിരുന്നു. അപ്പോൾ അമ്മയും അവിടുത്തെ ആൻറ്റിമാരും അയലോക്കത്തുള്ള ആൻറ്റിമാരെല്ലാം കൂടെ വെള്ളം എടുക്കാൻ പോകുന്ന ഒരു വീടുണ്ട്. ആ വീട്ടിലേക്ക് മൊത്തത്തിൽ 1/2 കിലോമീറ്റർ ദൂരമുള്ളൂ. 2 കുടം കൊണ്ട് പോണ കാണാം. 2.5 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുവുള്ളൂ. എക്സാജറേഷനാണ്, ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരു 1/2 മണിക്കൂർ എന്തായാലും 2 കുടം വെള്ളം വരാൻ എടുക്കും. കാര്യം എന്നറിയാമോ? കുളത്തിൻ്റെ കടവിൽ പോയി നിന്ന് എന്തൊക്കെ സംസാരം ഇല്ലേ? നിങ്ങൾ എന്നെ കുറ്റം പറയണ്ട, ഞാനൊരു സൈക്കോളജിസ്റ്റ് പറഞ്ഞത് പറയാം. 4 ദിവസം 4 ആൻറ്റിമാരെ മുറിക്കകത്ത് പച്ചവെള്ളം കൊടുക്കാതെ ബൂട്ടി കിട്ടും. 4 ദിവസം കഴിഞ്ഞ് തുറന്നു വിട്ടപ്പോൾ അവരെന്നാ പറഞ്ഞതെന്നറിയാവോ? ബാക്കി പറയാനുള്ളത് പിന്നെ പറയാമെന്ന്. എന്ന് വെച്ചാൽ 3 നേരം ഭക്ഷണം കഴിക്കാതെ 4 ദിവസം പൂട്ടിയിട്ടേച്ച്. ഇതാണ് വ്യത്യാസം. അപ്പം ഞാൻ കേട്ടുകൊണ്ടിരുന്ന ഒരു ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ അകത്ത് സാറ് പറയുക, പെൻറ്റഗൺ തകർന്നു വീണെന്ന് ഭർത്താവിനോട് ചോദിച്ചാൽ ഇറ്റ്സ് ഹാപ്പൻ, ദാറ്റ്സ് ഓൾ, നത്തിങ് എൽസ് എന്നും പറഞ്ഞ് ഭർത്താവ് നിർത്തും. എന്താ ഭാര്യയുടെ അടുത്താ ചോദിച്ചെങ്കിൽ പെൻറ്റഗൺ സൃഷ്ടിച്ച കാലം തൊട്ട് മുടിയുന്ന കാലം വരെ പറഞ്ഞു തീർക്കും. അതാണ് വ്യത്യാസം. ഞങ്ങളെല്ലാം കൂടെ വാഗമണ്ണിൽ റിട്രീറ്റിന് പോയി തിരിച്ചു വന്നപ്പോൾ ഭാര്യ ചോദിച്ചു, എങ്ങനെയുണ്ട് പോയിട്ട്? കഴിഞ്ഞു. എൻ്റെ ഭാര്യ 1 ദിവസം ടൂറിന് പോയി തിരിച്ചു വന്നിട്ട് 1.5 ദിവസം ഞാൻ അതിൻ്റെ കഥ കേൾക്കേണ്ട വന്നു. ഇതാണ് അതിൻ്റെ വ്യത്യാസം, ഇല്ലേ? സ്തോത്രം. ഇതാണ് ആൻറ്റിമാരുടെ വ്യത്യാസം. വെള്ളം എടുക്കാൻ പോയ കിണറ്റിൻ്റെ അവിടെ നിന്ന് വരാൻ വലിയ പാടാ. പിന്നെ ഇവരെല്ലാം വെള്ളം എടുക്കാൻ വരുന്നത് ഒന്നേ സൂര്യൻ ഉദിക്കുമ്പോൾ, അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത്. പക്ഷേ ഈ സഹോദരി മാത്രം വെള്ളം എടുക്കാൻ വന്നത് നട്ടുച്ചയ്ക്കാ. അതെന്താ കാര്യം? ഇവളാളത്ര ശരിയല്ല. ഇവളെ ആരും കൂട്ടായ്മയ്ക്ക് വിളിക്കാറില്ല, ഇവളോട് ആരും മിണ്ടാറില്ല. ഇവളോട് ആരേലും മിണ്ടിപ്പോയാൽ മിണ്ടിയ പുള്ളിക്ക് ചീത്തപ്പേരാണ്. അങ്ങനെ മൊത്തത്തിലൊരു വശപ്പെശക കേസാണ് ഇവള്. അപ്പോഴാണ് കർത്താവ് ആ വഴിക്ക് പോകുന്നു, ഇവളെ കാണുന്നു. നട്ടുച്ചയ്ക്ക് ഇവള് വരുന്ന കിണറ്റിൻ്റെ വക്കത്ത് പോയിരിക്കുന്നു. ഇവളോട് തന്നെ കുടിക്കാൻ വെള്ളം ചോദിക്കുന്നു. കണ്ടുകൊണ്ട് പോയ നാട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു കാണും? ഏതോ വശപ്പെശക് പാർട്ടി വന്ന് ചാടിയിട്ടുണ്ടല്ലോ എന്നല്ലേ പറഞ്ഞു കാണുക, എന്നായിരിക്കും പറഞ്ഞു കാണുക. എന്ന് വെച്ചാൽ എൻ്റെ ഭാഷയിൽ ഞാൻ തമ്പുരാനോടൊരു ചോദ്യം ചോദിക്കുക. എൻ്റെ കർത്താവെ, ശമരിയ പട്ടണത്തിൽ സുവിശേഷം കേൾക്കാൻ വേറെ ആരെയും നീ കണ്ടില്ലയോ? കാര്യം എന്താ? ഇവൾ 5 കല്യാണം കഴിച്ച് 5ഉം ഡിവോഴ്സായ കക്ഷിയാണ്. 6ാമത്തെ കല്യാണത്തിന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നും അറിയാത്ത പോലെ ജീവിക്കുന്ന ഇവളുടെ ജീവിതം മൊത്തം കുഴഞ്ഞതാണ്. ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഇവളോട് ചോദിക്കുക, എൻ്റെ കയ്യിൽ ജീവജലമുണ്ട്, അത് ഞാൻ നിനക്ക് തരാം. അപ്പൊ എൻ്റെ ചോദ്യം, ദേശത്ത് മാന്യന്മാരുണ്ടല്ലോ, നന്നായി ജീവിക്കുന്നവരുണ്ടല്ലോ, അവരെ തേടി പിടിക്കാതെ ജീവിതം തകർന്നു പോയ ഇവളുടെ പുറകെ എന്തുകൊണ്ടുപോയി? ഉത്തരമൊന്നേ ഉള്ളൂ, ഇത് ഇന്നലകളിൽ ആരംഭിച്ചതല്ല, ഇത് നിത്യതയിൽ ആരംഭിച്ചതാണ്. ഇന്ന് പകലിൽ ദൈവജനത്തോട് പറയട്ടെ, ചിലരെ ഒന്നും സ്വർഗം വേണ്ടെന്ന് വയ്ക്കാത്തതിന്റെ കാരണം ആ സ്നേഹം നിത്യതയിൽ ആരംഭിച്ചത് കൊണ്ടാണ്. സ്തോത്രം, സ്തോത്രം. ഇനി ഞാൻ ആ വിഷയം വിടുക. അപ്പോൾ 1ാമത്തെ സ്നേഹമാണ് നിത്യമായ സ്നേഹം. ഉത്തരം കിട്ടി. എന്താ അതിൻ്റെ ഉത്തരം? ഇത് ചിന്തിച്ചോണ്ട് പോകണം. എന്ന് തൊട്ട് ദൈവമുണ്ടോ അന്ന് തൊട്ട് ആ ദൈവത്തിന് എന്നോട് സ്നേഹമുണ്ട്. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്ത ഹല്ലേലൂയ. ഞാൻ ഈ വിഷയം പഠിച്ചു കുറേ എൻ്റെ മുറിയിൽ കൂടെ തുള്ളിക്കൊണ്ട് നടന്നതാ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിനായി 1000 സ്തോത്രം. 2ാമത്തെ സ്നേഹത്തെക്കുറിച്ച് ഒന്ന് വർണ്ണിക്കാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 15-ാമത്തെ വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 21, 15-ാം വാക്യം. യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി
എന്നെ സ്നേഹിക്കുന്നുവോ? ഈ കാര്യം പറഞ്ഞു വന്നാലേ അതിൻ്റെ അർത്ഥം പിടികിട്ടുകയുള്ളൂ. എന്താണ് അവിടുത്തെ വിഷയം, സന്ദർഭം എല്ലാവർക്കും അറിയാം. ഈ പത്രോസിന് ചില തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു തീരുമാനം? അത് ഞാൻ പുറകാലെ പറയാം. ഇനി എല്ലാവരോടും ഒരു ചോദ്യമുണ്ട്. തീരുമാനം എടുക്കാത്ത ആരെങ്കിലും ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ടോ? ജീവിതത്തിൽ ഇന്ന് വരെ തീരുമാനം എടുക്കാത്ത ഏതെങ്കിലും ക്രിസ്ത്യാനി ഉണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ല. കാര്യം എന്നറിയാമോ? ഡിസംബർ 31 ജനുവരി ഉള്ളിടത്തോളം കാലം അല്ലേ? സത്യമാണോ? ഒന്നേ തലയാറ്റിയെങ്കിലും കാണിക്കേ. അങ്ങനെ തന്നെയാണ്. ഇതിങ്ങനെ തീരുമാനം എടുക്കുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങളുടെ അവിടെ പ്രസംഗിക്കാൻ വന്ന സാറ് പറഞ്ഞ 2 ഉദാഹരണം, ഒന്ന് എൻ്റെയാണ്, ഒന്ന് അദ്ദേഹത്തിൻ്റെയാണ്. ഒരു പള്ളിയിൽ ഒരു അങ്കിള് എല്ലാ വർഷവും എഴുന്നേറ്റ് നിന്ന് തീരുമാനം പറയും. അപ്പോൾ തീരുമാനം പറയുമ്പോൾ ഈ അങ്കിള് എഴുന്നേറ്റ് നിന്ന് പറയുക, കഴിഞ്ഞ വർഷം ഞാൻ കുറേ തീരുമാനം എടുത്തു, ഒന്നും പൂർത്തീകരിക്കാൻ എനിക്ക് പറ്റിയില്ല, അതുകൊണ്ട് ആ തീരുമാനങ്ങളെയെല്ലാം ഞാൻ പുതുക്കി വെക്കുന്നു. കേട്ടോണ്ടിരുന്ന പിള്ളേരെല്ലാം കൂടെ ചിരിച്ചു. അടുത്ത വർഷം അങ്കിൾ എഴുന്നേറ്റ് നിന്നപ്പോൾ വീണ്ടും അങ്കിൾ പറഞ്ഞു, കഴിഞ്ഞ വർഷവും ഞാൻ എടുത്ത തീരുമാനമൊന്നും നിവർത്തിച്ചില്ല, അതുകൊണ്ട് ഒന്നും കൂടെ ഞാൻ പുതുക്കി വെക്കുന്നു. 3-ാം വർഷം എഴുന്നേറ്റപ്പോൾ പിള്ളേരെല്ലാം പറഞ്ഞു, ഇതേ പുതുക്കാൻ എഴുന്നേൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ അങ്കിൾ എഴുന്നേറ്റ് പറഞ്ഞു, 3 വർഷമായിട്ട് തീരുമാനം നിവർത്തിക്കാനും പറ്റുന്നില്ല, പുതുക്കിയിട്ട് നിവർത്തിക്കാനും പറ്റുന്നില്ല, അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു, മേലാൽ ഇനിയൊരു തീരുമാനം എടുക്കില്ലെന്നങ്ങ് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച പല പുള്ളികളും അതിൻ്റെ അകത്തിരിക്കുന്നത് ഇല്ലേ? എന്തൊക്കെ തീരുമാനിച്ചതാണ്. സ്തോത്രം. എന്നോട് ചോദിക്കരുത്, എല്ലാം കൂടെ എഴുതി വെച്ച എവറസ്റ്റിനോളം പൊക്കം വരുമായിരിക്കും. തീരുമാനം ചില്ലറയൊന്നുമല്ല. സെമിനാരി കാലയളവ് മറക്കുകയല്ല. ഞങ്ങളുടെ ഭക്ഷണം ഈ ഹോസ്റ്റൽ ഫുഡ് അത്ര നല്ലതൊന്നുമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ രസമായിട്ട് കഴിക്കാനൊന്നും പറ്റുകയില്ല. അപ്പോൾ തമാശയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പാറെന്നും പറഞ്ഞ് ഒഴിച്ചു വെച്ചേച്ച് പോകും. തലയിട്ട് നോക്കിയാൽ ഒരു വെണ്ടയ്ക്ക കിട്ടും, അതേ ഉള്ളൂ, ബാക്കിയൊക്കെ പരിപ്പായിരിക്കും. അപ്പം ഞങ്ങൾക്ക് സംശയം ഇത് സാമ്പാറാണോ പരിപ്പ് കറിയാണോ എന്ന്. പിന്നെ രസം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കുമ്പനാട് എന്ന് വെച്ചാൽ അങ്ങ് പത്തനംതിട്ട പോയിട്ടേ നിൽക്കുകയുള്ളൂ. ചിലപ്പോൾ രസത്തിന് ഒരു രസവും കാണില്ല. പിന്നെ ഇറച്ചി കറിയായിട്ട് കിട്ടാറില്ല, അച്ചാറായിട്ട് കിട്ടുക. ഇത് ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇത് സെമിനാരി 100-250 പിള്ളേരുണ്ട്. അപ്പോൾ വലിയ ഫീസ് ഈടാക്കാതെ നടക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ അങ്ങനെ ചെയ്യാൻ ഒക്കുള്ളൂ, അതിൽ പരാതിയൊന്നുമില്ല. അപ്പം ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയിൽ എൻ്റെ കൂടെ താമസിക്കുന്ന സഹോദരൻ തീരുമാനിച്ചു, ഇനി മുതൽ ഞാൻ വെജിറ്റേറിയൻ ആയിരിക്കും. കാര്യം എന്നാ? നോൺ വെജ് കിട്ടുന്നില്ല, അതാണ് കാരണം. അതുകൊണ്ട് അങ്ങ് തീരുമാനം എടുത്ത് ഇനി വെജിറ്റേറിയൻ ആയിരിക്കും. അങ്ങനെ ആ സഹോദരൻ്റെ കൂടെ ഞാനും ഈ സഹോദരനും കൂടെ പുള്ളിയുടെ വീട്ടിൽ പോവാം. അതങ്ങ് കുമളിയിലാണ്, 8-ാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ ചെല്ലും. ഞങ്ങൾ ചെല്ലുന്നെന്ന് അറിഞ്ഞപ്പോൾ അവിടുത്തെ പാവം പിടിച്ച അപ്പനും അമ്മയും ഞങ്ങൾക്ക് വേണ്ടി നല്ല ഭക്ഷണം ഒരുക്കി. എന്ന് വെച്ചാൽ വറുത്തതും വെച്ചതും പറയുന്നില്ല, വെറുതെ വിശന്നിരിക്കുക, വായിക്കൂടെ വെള്ളം വരുമെന്നറിയാം, അതുകൊണ്ട് അത് പറയാൻ നിൽക്കുന്നില്ല. ഇതെല്ലാം കൂടെ അങ്ങ് വിളമ്പി വെച്ചേക്കുക. അവിടെ ചെന്ന് നല്ല കുളിയൊക്കെ പാസ്സാക്കി ടേബിളെ വന്നങ്ങ് ഇരുന്നപ്പോൾ ഇതെല്ലാം കൂടെ കാണുക. കണ്ട വഴി എനിക്ക് ചിരി സഹിക്കാൻ വയ്യ. കാര്യം എന്നെ വീട്ടുകാർക്കറിയില്ല. ഞങ്ങൾക്കിടയിൽ ഒരു സീക്രട്ട് ഉണ്ട്. എന്താ? ഇനി മുതൽ വെജിറ്റേറിയൻ ആയിരിക്കും. അപ്പം എൻ്റെ ചിരി സഹിക്കാൻ വയ്യാതെ എന്താ കഴിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കൂടെ ചിരി വരിക. അപ്പം എൻ്റെ സഹോദരൻ എൻ്റെ തുടയ്ക്കൊരു പിച്ച് തന്നേച്ച് പറഞ്ഞു, ബാക്കി തീരുമാനം കോളേജിൽ ചെന്നിട്ടെന്നോ. അങ്ങനെ തീരുമാനിച്ച ബഹുഭൂരിപക്ഷം ഇതിൻ്റെ അകത്തിരിക്കുന്നല്ലേ. ബാക്കി പിന്നെ പത്രോസേ, നിനക്ക് തീരുമാനമുണ്ടോ? ഉണ്ട്. എന്താ? ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വഞ്ചിയും വലയും പടകും വലയും കരക്കിട്ടു, റിസൈൻ ലെറ്റർ കൊടുത്തു, എല്ലാം ഉപേക്ഷിച്ചു. തീരുമാനമായി എന്ത്? ഇനി ഒരായുസുണ്ടെങ്കിൽ സുവിശേഷ വേല ചെയ്തോളാം. യേശുവിൻ്റെ പുറകെ തീരുമാനമെടുത്ത് കുറെ കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ പ്രസംഗം ദഹിക്കാൻ പറ്റാത്ത സ്ഥലത്ത് വന്നു. എന്താ? യേശു പറയുക, I am before Abraham. ഞാൻ അബ്രഹാമിന് മുൻപേ ഉള്ളവൻ. കേട്ടവർക്കൊരു പിടുത്തവും കിട്ടിയില്ല. കാര്യം എന്നെ പറഞ്ഞവൻ്റെ താടി നരച്ചിട്ടില്ല, മുടി നരച്ചിട്ടില്ല. ഇവൻ അബ്രഹാമിന് മുൻപേ ഉള്ളവനോ? കേട്ടവർക്ക് അർത്ഥം പിടികിട്ടിയില്ല. ചിന്തിച്ചുകൊണ്ടിരുന്ന അടുത്ത പറച്ചില്ല, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഇത് കേട്ടവരെല്ലാം കൂടെ പറഞ്ഞു, അയ്യോ ഇത് കഠിനമായ വാക്കുകൾ, ഇതാർക്ക് മനസ്സിലാകും? ഞങ്ങളുടെ പാട്ടിന് പോകുക എന്നും പറഞ്ഞ് പിരിഞ്ഞു പോകാൻ നേരത്ത് തിരിഞ്ഞ് തൻ്റെ ശിഷ്യഗണത്തോട് യേശു ചോദിച്ചു,
ചോദിച്ചു, പൊയ്ക്കൊള്ളുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പത്രോസ് ഉറക്കെ പറയോ, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്റെ മക്കളല്ലയോ ഉള്ളത്. സ്തോത്രം. തീരുമാനം 2, നിന്നെ വിട്ടുപോകില്ല കർത്താവേ. ഉടനെ കർത്താവ് കുറച്ചങ്ങ് കഴിഞ്ഞപ്പോ പറയാ, ഇടയനെ വെട്ടും, ആടുകൾ ചിതറപ്പെടും, ഇന്ന് രാത്രി നിങ്ങളല്ല എന്നെ വിട്ടോടും. ഉടനെ പത്രോസ് പറയാ, തമ്പുരാനെ, ആരെല്ലാം നിന്നെ വിട്ടുപോയാലും ഞാൻ നിന്നെ വിട്ടുപോകില്ല. നിന്നോട് കൂടെ മരിപ്പാനും തടവിലാകാനും ഞാൻ ഒരുക്കമാണ്. അയ്യോ, എന്ത് നല്ല തീരുമാനങ്ങളാണ്. പക്ഷെ ഗെത്സമന തോട്ടത്തിൽ ക്രിസ്തുനാഥന്റെ കരത്തിൽ വിലങ്ങ് വീഴുമ്പോൾ പത്രോസ് ഒരു ഓട്ടമോടി, പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അല്പം കഴിഞ്ഞപ്പോൾ ഒരാഗ്രഹം, തൻ്റെ ഗുരുനാഥൻ എന്ത് പറ്റി? അകലം വിട്ടു പിൻഗമിച്ചു. ഇനി ചരിത്രം ഇവിടെ ഇരിക്കുന്നവർക്കറിയാം. അവിടെ തൂത്തുവാരുന്ന ചേച്ചി വന്നിച്ചു പറഞ്ഞു, നീയും വലിയ ആളല്ല, സൈന്യാധിപനല്ല, പീലാത്തോസ് അല്ല, ആരുമല്ല, തൂത്തുവാരുന്ന ചേച്ചി. അങ്ങനെ തന്നെ അവിടെ എഴുതി വെച്ചേക്കുന്നത്. അടിച്ച് കളിച്ച് തൂത്തുവാരുന്ന ചേച്ചി, നീ അവൻ്റെ കേട്ട വഴി അവിടുന്ന് പതുക്കെ സ്കൂട്ടാവാൻ നമ്മളെ പോലെ മിടുക്കന്മാർ അവിടുന്ന് എഴുന്നേറ്റ് അപ്പുറത്ത് പോകുന്നതൊക്കെ ഇടയ്ക്ക് പറഞ്ഞു, നീ പറഞ്ഞത് എനിക്ക് തിരിയുന്നില്ല കേട്ടോ, എനിക്ക് മനസ്സിലായില്ല, ഒറ്റ പോക്കാ. അപ്പം അവിടെ ചെന്നപ്പോൾ അടുത്തയാൾ, നിന്നെ കണ്ടാൽ അറിയാം നീ ആ ഗലീലക്കാരൻ്റെ കൂടെ ഉള്ളത്. അവിടെ നിന്ന് പറഞ്ഞു, എനിക്ക് അവനെ അറിയില്ല. 3 തവണ ആവർത്തിച്ചു പറഞ്ഞു. ഉടനെ ഒരു പശ്ചാത്താപം. എന്താ പശ്ചാത്താപം? അയ്യോ, എന്നോട് പറഞ്ഞത് ഞാൻ മറന്നു, ഞാൻ അവനെ തള്ളിപ്പറഞ്ഞല്ലോ. പൊട്ടിക്കരയുമ്പോൾ റിസഗ്നേഷൻ ലെറ്റർ എഴുതി. എന്നറിയാമോ? ഇനി ഞാൻ അവൻ്റെ ശിഷ്യനായിരിക്കാൻ യോഗ്യനല്ല. എന്നിട്ട് പണ്ടിട്ട പടക് പോയെടുത്തു. പണ്ട് ഇട്ട ആ സ്തോത്രം പടകെടുത്തു, വലയെടുത്തു, മീൻ പിടിക്കാൻ പോയി. അതാണ് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം. എന്താണ്? മരിക്കാൻ റെഡിയെന്ന് പറഞ്ഞവൻ വേണ്ടെന്ന് വെച്ചിട്ട് പോയ സ്ഥലത്ത് ചെന്ന് നിന്ന് അവനോട് ചോദിക്കുന്ന ചോദ്യമാണ്, ബർയോനാ സൈമൺ, ഡു യു ലവ് മീ മോർ ദൻ ദിസ്? നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? സ്തോത്രം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആരാ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തത്? പത്രോസാണ്. ആരാ വേണ്ടെന്ന് വെച്ചത്? പത്രോസാണ്. ഇനി അവൻ്റെ കൂടെ ഞാൻ ഇല്ലെന്ന് പറഞ്ഞത് ആരാ? പത്രോസാണ്. ഇനി ഇതിൻ്റെ വിഷയം മനസ്സിലാക്കാൻ ഇത് ഒരു ചോദ്യമാണ്. വിവാഹം കഴിച്ചതിന് ശേഷം വഴക്കുണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തി കാണിക്കാവോ? വിവാഹം കഴിച്ചതിന് ശേഷം. കഴിക്കുന്നതിന് മുമ്പ് പല ചിന്തയൊക്കെ ആയിരിക്കും, സൂക്ഷിച്ചോണം കേട്ടോ. വിവാഹം കഴിച്ച ശേഷം അങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് തരുന്നതായിരിക്കും. അതിൻ്റെ കാരണം പറയാം. ഞങ്ങളുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആൻറ്റിയുടെ പപ്പയ്ക്ക് ചെവിയും കേൾക്കത്തില്ല, സംസാരിക്കത്തില്ല. കണ്ണ് കാണും, ചെവിയും കേൾക്കത്തില്ല, സംസാരിക്കത്തില്ല. എന്നിട്ട് ആൻറ്റി ഞങ്ങളോട് പറഞ്ഞ എന്നറിയാമോ? പപ്പയ്ക്ക് മിണ്ടാനും പറ്റുമല്ല, ചെവിയും കേൾക്കില്ല, പക്ഷെ അവർ തമ്മിൽ എന്നും വഴക്കുണ്ടാക്കുമായിരുന്നെന്ന്. അപ്പോഴേ എനിക്ക് മനസ്സിലായത് സംസാരമൊന്നും ഒരു വിഷയമേ അല്ല, എന്നും വഴക്കാം. ഇല്ലേ, വഴക്കുണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇവരെല്ലാം എന്നെ തുറിച്ചു നോക്കുക. 6 വർഷമായി കല്യാണം കഴിഞ്ഞേച്ച് ആകാൻ പോവുക. മെയ് 19-ാം തീയതി പടക്കം പൊട്ടി ആഘോഷിക്കാതിരിക്കുക. ഇവിടന്മാരെ വന്നല്ലോ കർത്താവേ എന്നും പറഞ്ഞ്, ഇല്ലേ? അയ്യോ, എന്തോ ഒരു അടിയാ എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന അർത്ഥത്തിലല്ല എൻ്റെ ഭാര്യ എടുക്കുന്നത് എന്ന് ചിന്തിക്കുന്ന അങ്കിളുമാരൊക്കെ കര ഉയർത്തി സ്വോത്രം ചെയ്താട്ടെ. അവർ ചെയ്യുമല്ല, എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്ന അർത്ഥത്തിലല്ല എൻ്റെ ഭർത്താവ് എടുക്കുന്ന എന്ന് ചിന്തിച്ച എത്ര പേര് ഇതിൻ്റെ അകത്തുണ്ട്. അയ്യോ, ഇനി കഥ പറയാൻ പോയാൽ സമയം കിട്ടില്ല. അപ്പം ഈ വഴക്കുണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ ഇരിക്കുവോ? ഇല്ല. പിന്നെ എവിടെ പോയിരിക്കും? 2 അറ്റത്തായിരിക്കും. ഈ 2 അറ്റത്തിരിക്കുന്നവർക്ക് 2 പേർക്കും ഒറ്റ ചിന്തയായിരിക്കും. എന്താണെന്നറിയാമോ? വേണേൽ. കണ്ടോ എത്ര പേരാ എൻ്റെ കൂടെ പറഞ്ഞെന്ന് നോക്കിയേ. വേണേൽ ഇങ്ങോട്ട് വരട്ടെ. എന്താ അതിൻ്റെ അർത്ഥം? ഞാനല്ലല്ലോ, അങ്ങേരല്ലേ, വേണേൽ. അങ്ങനെ പറഞ്ഞില്ലേ? ഈ അങ്ങോട്ട് ചെന്നതുകൊണ്ട് സ്തോത്രം. ഇല്ലേ, കോടതിയിൽ പോയി നിന്നേനെ. സ്തോത്രം. ഇല്ലേ, ഇച്ചിരിയൊക്കെ ക്ഷമിച്ചതിനും വിട്ടുവീഴ്ച ചെയ്തതിനും ഒക്കെ ദൈവത്തിന് സ്തോത്രം. 10ഉം 30ഉം വർഷമൊക്കെ തികഞ്ഞവർക്കായി സ്തോത്രം. ഈ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ഇതൊക്കെ ശരിയായത്? ഹല്ലേലൂയ. ഇത് തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട സംഗതിയാ. പക്ഷെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുമ്പോൾ ചിന്ത എന്താ? വേണേൽ ഇങ്ങോട്ട് വരട്ടെ. ഞാൻ ആ പോയിന്റ് എടുത്ത് ഇങ്ങോട്ട് ഇടുക. പത്രോസിന്റെ കാര്യം പറയാൻ വേണ്ടിയാ. പത്രോസേ,
ആരാ തള്ളിപ്പറഞ്ഞത്? നീയല്ലയോ? ആരാ വേണ്ടെന്ന് വെച്ചത്? നീയല്ലയോ? വേണേ ഉയർത്തെഴുന്നേറ്റ കർത്താവിന് ചിന്തിക്കാൻ, ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടില്ല. അവനല്ലേ എന്നെ വേണ്ടെന്ന് വെച്ചത്, അവനല്ലേ അറിയില്ലെന്ന് പറഞ്ഞത്, അവനല്ലേ ഓടിപ്പോയത്. വേണേൽ ഇങ്ങോട്ട് വരട്ടെ എന്ന് യേശു കർത്താവ് ഒരു നിമിഷം ചിന്തിച്ചിരുന്നെങ്കിൽ ഈ പുസ്തകത്തിൽ പത്രോസ് കാണില്ലായിരുന്നു, ശിഷ്യഗണത്തിന്റെ കൂട്ടത്തിൽ അവൻ കാണില്ലായിരുന്നു. എന്നാൽ പത്രോസേ, നിനക്കൊരു സ്ഥാനമുള്ളതിൻ്റെ കാര്യം, നിന്നെ സ്വർഗം ഉപയോഗിച്ചതിൻ്റെ കാര്യം, നീ ഈ പുസ്തകത്തിൽ ലെറ്റർ എഴുതിയതിൻ്റെ കാര്യം, നീ വേണ്ടെന്ന് വെച്ചിട്ടും നിന്നെ വേണ്ടെന്ന് വെക്കാത്ത ദൈവത്തിൻ്റെ സ്നേഹത്തിന് ആഴമുള്ളത് കൊണ്ടാ ഇന്ന് പകലിൽ ആവർത്തിച്ചു പറയാം, ദൈവമക്കളെ, നിങ്ങൾ നിർത്തിയിട്ടും നിങ്ങളോടുള്ള സ്നേഹം നിർത്താത്തവന്റെ പേരാണ് യേശു കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗോഡ്സ് ലവ് ഈസ് എ ഹണ്ടിങ് ലവ്. ഞാനൊരു സ്ഥലത്ത് വായിച്ചതാ, അത് വേട്ടപ്പട്ടിയെ പോലെ പിന്തുടരുമെന്നാണ് പറയുന്നത്. അതെന്താ അതിൻ്റെ അർത്ഥം? അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുക. അപ്പനമ്മമാരെ കൊച്ചുമക്കളെയും കൊണ്ട് കടയിൽ പോകുമ്പോൾ, വഴിയോരത്തിലൂടെ നടക്കുമ്പോൾ ആരാ കൈ പിടിച്ചേക്കുന്നത്? കൊച്ചാണോ കൈ പിടിച്ചേക്കുന്നത്? അമ്മയാണോ പിടിച്ചേക്കുന്നേ? കൊച്ചല്ല പിടിച്ചേക്കുന്നേ, അമ്മയാ പിടിച്ചേക്കുന്നേ. പോകുന്ന വഴിക്ക് അപ്പുറത്ത് പാവ തൂക്കിയിട്ടേക്കുന്ന കണ്ടു. എൻ്റെ കുഞ്ഞിന് പാവയെ ഇഷ്ടം, അപ്പം ഞാൻ ആ ഉദാഹരണം പറയുന്നത്. പാവ തൂക്കിയിട്ടേക്കുന്ന കണ്ടു. അത് കണ്ടപ്പോൾ തൊട്ടൊരു വലിക്കല് അങ്ങോട്ട്, അല്ലേ, സൈഡ് വലിവ്, അങ്ങോട്ടൊരു തള്ളല്. അതെന്താ കാര്യം? എനിക്ക് ആ പാവ വേണം. കെ റോട്ടിൽ കൂടെ അല്ല, ടി റോട്ടിൽ കൂടെ പോകുന്ന എന്നെ പോലെയുള്ള പുള്ളികൾക്ക് കണ്ണുപോലും കാണില്ല. കൊച്ചാണോ പ്രായമുണ്ടോ എന്ന് നോക്കാറ് പോലും ഇല്ല. വണ്ടി ആക്സിലറേറ്ററിന് കാലെടുക്കാറില്ല. പക്ഷെ കൊച്ചിനറിയില്ല ടി റോഡ് ഡേഞ്ചറാണെന്ന്. അവൾ കണ്ടത് അപ്പുറത്തെ പാവയാണ്, അവൾക്ക് വേണ്ടത് അപ്പുറത്തെ പാവയാണ്. എന്നാൽ ഈ വഴിയിലൂടെ ഓടിയാലുള്ള അനർത്ഥത്തെക്കുറിച്ച് അവൾക്കറിയില്ല. അവൾ എന്താ ചെയ്യുന്നത്? എത്ര മുറുക്കെ അമ്മ പിടിക്കുന്നു അത്ര മുറുക്കെ അയക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എത്ര മുറുക്കെ അവൾ അയക്കാൻ ശ്രമിക്കുന്നു അത്ര മുറുക്കെ അമ്മ പിടിച്ചുകൊണ്ടേയിരിക്കും. എന്താ അമ്മ കൈവിടാത്തത്? അമ്മ പറയും, ഞാൻ കൈവിട്ടാൽ എൻ്റെ കുഞ്ഞെനിക്ക് നഷ്ടമാകും. ആത്മീകർത്ഥം മനസ്സിലായവർ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് അതരം തുറന്ന് സ്തോത്രം ചെയ്ത് പറ. കൈയഴച്ചു പോയ പലരിതിൻ്റെ അകത്തിരിപ്പുണ്ട്. പ്രാർത്ഥന നിർത്തിയ പലരിതിൻ്റെ അകത്തിരിപ്പുണ്ട്. വേണ്ടെന്ന് വെച്ച പലർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. നിങ്ങൾ കൈയടച്ചിട്ടും നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടും നിങ്ങളെ വേണ്ടെന്ന് വെക്കാത്ത ദൈവത്തിന്റെ സ്നേഹത്തിന് ഇന്ന് പകലിൽ അതരം തുറന്ന് സ്തോത്രം ചെയ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ വേണ്ടെന്ന് വെച്ചാലും വേണ്ടെന്ന് വെക്കാത്ത സ്നേഹം. എന്താ അതിൻ്റെ പേര്? കൈവിടാത്ത സ്നേഹം. രണ്ട് കാര്യം പറഞ്ഞു, പിടികിട്ടിയോ? ഒന്ന് നിത്യമായ സ്നേഹം, രണ്ട് കൈവിടാത്ത സ്നേഹം. എൻ്റെ മുമ്പിൽ സമയം അവസാനിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഒരു സംഭവം കൂടെ പറഞ്ഞ് ആ ഭാഗം വിടാൻ ആഗ്രഹിക്കുക. ഒരു സുവിശേഷകൻ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട അപ്പനമ്മമാരോട് ഒരു കാര്യം തീർത്തു പറയുക, മനസ്സിലാക്കണേ. വിവാഹം കഴിപ്പിക്കാൻ എന്തൊരു നിർബന്ധ ഉത്സാഹമോ അല്ലേ? എൻ്റെ കൊച്ചിന് വിവാഹപ്രായമായി, പിന്നെ അങ്ങ് പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോക്കല്ല, ഈ ചെറുക്കനെ കാണല്ല. എല്ലാം കഴിഞ്ഞ് കല്യാണം കഴിച്ചേച്ച് കയറി വരുന്ന പെങ്കൊച്ചിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഒറ്റ പ്രതീക്ഷയുള്ളൂ, 100% പെങ്കൊച്ചല്ലെങ്കിൽ ചെറുക്കൻ കൊച്ച് 100% സൂപ്പറായിരിക്കണം. അങ്ങനെ ആരെങ്കിലും മേടിക്കാൻ കിട്ടുമോ? അയ്യോ, വരുന്നതിനൊക്കെ പല സ്വഭാവമാണ്. നന്നാക്കി എടുക്കേണ്ടത് സ്തോത്രം പറയുന്ന നിങ്ങളാ. ഇല്ലേ, നിങ്ങളുടെ സ്തോത്രം കേട്ടച്ച് പിള്ളേർ പറയും മൊത്തം സൂത്രമായിരുന്നെന്ന്. അയ്യോ, അങ്ങനെ പറഞ്ഞ ഒത്തിരി കുടുംബമുണ്ടെന്ന്. ഒത്തിരി സ്തോത്രം പറയുന്ന വീട്, വാവിട്ടാരാധിക്കുന്ന വീട്, തമ്മിൽ തല്ലി പിരിഞ്ഞ് ജീവിക്കുക. അതെന്താ? വിവാഹം കഴിപ്പിക്കാൻ ഉത്സാഹമായിരുന്നു, നിർബന്ധമായിരുന്നു. വന്നു കയറിയ കൊച്ചിനെ കണ്ണിൻ്റെ ഇരുമണിക്ക് കണ്ടുകൂടാ.
ഒരു കാര്യം അമ്മമാരോട് പ്രത്യേകം പറയുകയാ, എന്നറിയാമോ? വന്നു കയറിയതിന് ദൈവഭക്തി ഇല്ലെങ്കിൽ, നിങ്ങൾ ഉദ്ദേശിച്ച സ്വഭാവ ഗുണമില്ലെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതവും നിങ്ങളുടെ സ്വഭാവ മഹത്വവും കണ്ട് ആ കൊച്ചു കർത്താവിനെ അറിയണം. അവളോ അവനോ നശിച്ചു പോയാൽ നിങ്ങൾ ദൈവത്തോട് കണക്ക് പറയേണ്ടി വരും. സ്തോത്രം. സാക്ഷ്യം ആരംഭിക്കുന്നത് വീടിൻ്റെ അകത്താ. പ്രൈസ് ദി ലോർഡ്. ഇതൊരു സുവിശേഷകന്റെ അനുഭവമാണ്. അങ്ങ് നിർബന്ധമായിരുന്നു. ചെറുക്കന് പ്രായം കഴിഞ്ഞു പോയെന്നും പറഞ്ഞു 26-ാമത്തെ വയസ്സിൽ പിടിച്ചു കെട്ടിച്ചു. വന്നു കയറിയ പെങ്കൊച്ചിന് അവരുദ്ദേശിച്ച ആത്മീക അനുഭവം പോരാ. കൊച്ചിനെ കണ്ണിൻ്റെ ഒരു മണിക്ക് കണ്ടുകൂടാ. അവൾ വെച്ചാൽ ആരും തിന്നുവേല, അവളോടാരും മിണ്ടുവേല. ഇവൻ ഒരു വഴിക്ക് പോയാൽ അവൾ ഒറ്റപ്പെട്ടു പോകും. വല്ലാത്തൊരു ജീവിതം. ഒടുവിൽ പടക്കം പോലെ കുടുംബത്തിൻ്റെ അകത്ത് പൊട്ടി വിട്ടുപിരിഞ്ഞോടേണ്ട വന്നു. ജനിപ്പിച്ച അമ്മ സുവിശേഷകന്റെ മുഖത്ത് നോക്കി, ചെറുക്കൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇവിടെ നിന്ന് ഇന്നിറങ്ങിയില്ലെങ്കിൽ നിന്റെ പേര് കേസ് കൊടുക്കുമെന്ന്. എന്താ കാര്യം? ഇവന് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, ഇവൻ്റെ കൊച്ചിന് ഇഷ്ടമല്ല. ഇവൻ ഈ ഭാര്യനെ കളയോ അമ്മേനെ കളയോ? 2 സ്ഥലത്തും നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവൻ ഭാര്യനെയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. മാന്യനായതുകൊണ്ട് അവൻ കേസ് കൊടുക്കാൻ പോയില്ല, സ്വത്തിൻ്റെ പാതി ചോദിക്കാനും പോയില്ല. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിറങ്ങി. ഒരു രാത്രി കൊണ്ട് അവൻ ഒന്നുമില്ലാത്തവനായിരുന്നു. അവൻ ഉപയോഗിക്കുന്ന കാറ് കൊണ്ട് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. എങ്ങോട്ട് പോകണമെന്ന് അവൻ അറിഞ്ഞുകൂടാ. ഒറ്റപ്പെട്ടു. വീട്ടിലെ ബന്ധുക്കളെല്ലാം വിളിച്ചു വഴക്ക് പറയും, ചീത്ത വിളിക്കും. അപ്പനെ അമ്മയെ നോക്കാത്തവൻ എന്ന ചീത്തവിളി ഒരു ഭാഗത്ത് നിറഞ്ഞു നിന്നു. ചെന്ന് കയറിയ സ്ഥലത്ത് സമാധാനമില്ല. ഓഫീസ് സ്റ്റാഫാണ്, വേല ചെയ്യാൻ ഒക്കുന്നില്ല. ആകെ നിരാശ. ഒരു ദിവസം അവൻ പറഞ്ഞ സാക്ഷ്യം എഴുതാ. ഒരു മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോരുന്ന വഴിക്ക് വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. അകത്തൊരു ചിന്ത. എന്നറിയാമോ? എതിരെ വരുന്ന വാഹനത്തിൻ്റെ അകത്തേക്ക് എൻ്റെ കാറ് കൊണ്ടുപോയി ഇടിച്ചു കയറ്റിയാൽ ഞാൻ മരിച്ചതെന്ന് ആരും ചിന്തിക്കില്ല, അപകടമെന്ന് ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പോയി അങ്ങ് ഇടിച്ച് ആത്മഹത്യ ചെയ്തേക്കാം എന്നങ്ങ് തീരുമാനിച്ചു. ഇവൻ കാലിൽ ആക്സിലേറ്റർ കൊടുത്തപ്പോൾ സ്വർഗം അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അവൻ്റെ കാലിൽ ദൈവം പിടിച്ചു. അവൻ്റെ വാഹനം അവൻ ഇടത്തോട്ട് ഒതുക്കി. അവൻ വണ്ടി ഓഫ് ചെയ്തു. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ ആ വണ്ടിക്കകത്തിരുന്ന് വാവിട്ട് കരഞ്ഞു. ഉടനെ സ്വർഗത്തിൽ നിന്ന് ഒരു പ്രത്യേക തഴുകൽ എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു. സ്തോത്രം, സ്തോത്രം. അവൻ അന്ന് രാത്രി അവിടെ ഒന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ഞാൻ നിർത്തിയതാ, ഞാൻ വേണ്ടെന്ന് വെച്ചതാ. അന്ന് രാത്രി കൊണ്ട് ഞാൻ അവസാനിപ്പിക്കേണ്ടതാ. പക്ഷെ ഞാൻ അവസാനിക്കാത്തതിൻ്റെ കാരണം എന്നെ വേണ്ടെന്ന് വെക്കാത്ത ഒരു സ്വർഗം എനിക്കുള്ളത് കൊണ്ടാ. ഇന്ന് പകലിൽ ആവർത്തിക്കാം, ദൈവവൈതലേ, നിന്റെ പ്രാർത്ഥനയുടെ മിടുക്കല്ല, നിന്റെ ആത്മീക ജീവിതത്തിന്റെ ഔന്നത്യം കൊണ്ടല്ല, ദൈവം നിന്നെ കൈവിടാത്തത് കൊണ്ടോ, അവൻ നിന്നെ വേണ്ടെന്ന് വെക്കാത്തത് കൊണ്ടോ. ഹല്ലേലൂയ. എന്താ ഈ സ്നേഹത്തിന്റെ പ്രത്യേകത? ഇത് നിത്യമാണ്, ഇത് കൈവിടാത്തതാണ്. കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കിന്ന് പകലിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും പറയാൻ ഒറ്റ വാക്തത്വമേ ഉള്ളൂ. ദൈവസ്നേഹം, ദൈവസ്നേഹം, ദൈവസ്നേഹം മാറുകയില്ല, മറക്കുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ദൈവവൈതലേ, നിന്നെ വിട്ടി സ്നേഹം പോകില്ല. അവൻ്റെ സ്നേഹം നിന്നെ പിന്തുടരുകയാ. അമ്മേ, അപ്പാ, ഇന്ന് പകലിൽ നീ അതരത്തിൻ്റെ അകത്ത്, ഹൃദയത്തിൻ്റെ അകത്ത് തമ്പുരാനോട് എന്നോട് പ്രിയമുണ്ടോ എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം ഇന്ന് സ്വർഗം കേട്ടുകൊള്ളുക. ദൈവത്തിൻ്റെ സ്നേഹം അത് നിത്യമാണ്. ദൈവത്തിൻ്റെ സ്നേഹം അത് കൈവിടാത്തതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇട്ടേച്ചോടാൻ ആഗ്രഹിച്ചാലും വിടുവേല, പിടുത്തം കൂട്ടും, മുറുക്കി പിടിച്ചോണ്ടിരിക്കും, മുറുക്കെ പിടിച്ചോണ്ടിരിക്കും, മുറുക്കെ പിടിച്ചോണ്ടിരിക്കും. ഇന്ന് പകലിൽ ചിലരെ അവൻ മുറുക്കെ പിടിച്ചോണ്ടിരിക്കുകയാ, മുറുക്കെ പിടിച്ചോണ്ടിരിക്കുകയാ. ദൈവവൈതലെ, നീ നശിച്ചു പോകാതിരിക്കാൻ സ്വർഗം നിന്നെ മുറുക്കെ പിടിച്ചോണ്ടിരിക്കുകയാ. നീ കൈവിടപ്പെടാതിരിക്കാൻ സ്വർഗം നിന്നെ മുറുക്കെ പിടിച്ചോണ്ടിരിക്കുകയാ. ഈ പകലിൽ നീ അത് തിരിച്ചറിയുക. യേശു നിന്നെ മുറുക്കെ പിടിച്ചോണ്ടിരിക്കുകയാ. ഈ വഴിയാത്രയിൽ നീ നശിക്കാതിരിക്കാൻ യേശു നിന്നെ മുറുക്കെ പിടിക്കുകയാ.
യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അവൻ ചിലരെ മുറുക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാ. ചിലരുടെ അകത്ത സ്നേഹത്തെ സ്വർഗം തൈലം പോലെ പകരുകയാ. ഹൃദയം തുറക്കട്ടെ ഇന്ന് പകലിൽ, ഹൃദയം തുറക്കട്ടെ ഇന്ന് പകലിൽ. ദൈവത്തിൻ്റെ സ്നേഹം അതൊരു നിറഞ്ഞ തൈലമായി ഇന്ന് പകലിൽ പകരപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഭീതി മാറിപ്പോകട്ടെ, നിരാശകൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഭയം മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പ്രത്യാശ ഇല്ലായ്മകൾ ഇന്ന് പകലിൽ മാറിപ്പോകട്ടെ. സ്വർഗത്തിൻ്റെ ജയം, ആത്മാവിൻ്റെ ജയം അതിന്ന് പകലിൽ നമ്മുടെ നടുവിൽ യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇന്ന് പകൽ ജയമെടുക്കുന്ന പകലാകട്ടെ. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മെ വെല്ലുവിളിക്കുന്ന ദുഷ്ടൻ കേക്കെ പറ, എന്നെ പിടിച്ചിരിക്കുന്ന, എന്നെ കൈവിടാത്ത, എന്നെ നിത്യമായി സ്നേഹിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. അതരം തുറന്ന് പറ ദൈവ പൈതലേ, ഹൃദയം തുറന്ന് പറ ദൈവ പൈതലേ, എന്നെ കൈവിടാത്ത ഒരു ദൈവം എനിക്കുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ചിലർക്കൊക്കെ വേണ്ടി ഇന്ന് പകൽ പ്രാർത്ഥിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട്. പ്രാർത്ഥിക്കാൻ ഒരുക്കമുള്ളവർ, ഹല്ലേലൂയ, പ്രാർത്ഥനയ്ക്ക് ഒരുക്കമുള്ളവർ, ഹല്ലേലൂയ. ചില നിരാശ കൊണ്ട് വന്നാൽ ഇന്ന് പകൽ സ്വർഗം പറയുക, എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് ഒരുക്കമുള്ളവർ ഇന്ന് പകലിൽ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ. കേട്ട വചനത്തെ അധരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നാട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം അത് നിത്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതരം തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ദൈവ പൈതലേ, എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം അത് നിത്യമാണ്. അപ്പനമ്മമാരെ, നിങ്ങളുടെ അതരം തുറക്കട്ടെ ഇന്ന് പകലിൽ. സ്വർഗം കേക്കെ അത് വിളിച്ചു പറയട്ടെ, എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം അത് നിത്യമാണ്. അത് കൈവിടാത്തതാണ്, അത് മറക്കാത്തതാണ്. യേശുവിൻ്റെ നാമത്തിൽ, 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 യേശുവിൻ്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ, ജയം വ്യാപരിക്കട്ടെ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ പിശാച് കെട്ടിയിരിക്കുന്ന ഭയത്തിൻ്റെ കെട്ടുകൾ ഇന്ന് പകലിൽ അരിഞ്ഞു മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, നസറായനായ യേശുവിൻ്റെ നാമത്തിൽ ഭയത്തിന്റെ കെട്ടുകൾ, നിരാശയുടെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് അടിഞ്ഞു മാറട്ടെ. ജയം വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായവന്റെ നാമത്തിൽ. ഓ നിത്യസ്നേഹത്തിന് സ്തോത്രം, നിത്യസ്നേഹത്തിനായി സ്തോത്രം, കൈവിടാത്ത സ്നേഹത്തിനായി സ്തോത്രം, മറക്കാത്ത സ്നേഹത്തിനായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തോരം പാകപ്പഴ ജീവിതത്തിലുണ്ട്, എന്തോരം രഹസ്യ പാപങ്ങൾ ജീവിതത്തിലുണ്ട്, എന്തോരം വീഴ്ചകളുണ്ട്. നിയന്ത്രണമില്ലാത്ത അതരം, നിയന്ത്രണമില്ലാത്ത ജീവിതം, അസൂയ, പക, പിണക്കം, എത്ര രഹസ്യ പാപമാ. പക്ഷെ ഇന്നും നശിച്ചു പോയില്ലല്ലോ. ഹല്ലേലൂയ. എന്തേ നശിക്കാത്തത്? കൈവിട്ടിട്ടില്ല. ദൈവവൈതലേ, കൈവിട്ടിട്ടില്ല. അവൻ കൈവിടുകയില്ല. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ എന്നെ കാക്കുവാൻ മതിയായ ദൈവം. ഹല്ലേലൂയ. ഇന്ന് പകൽ വചനത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ഒരു നിമിഷം നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്യും. അപ്പച്ചാ, നിന്റെ സ്നേഹത്തിന് സ്തോത്രം, ഇത്രത്തോളം കൊണ്ടുവന്നതിന് സ്തോത്രം, ഇത്രത്തോളം നിലനിർത്തിയതിന് സ്തോത്രം. യേശു അപ്പച്ചാ, 1000 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവേ, നിൻ്റെ സ്നേഹം ഞങ്ങളുടെ നടുവിൽ നിന്ന് നിറഞ്ഞതുകൊണ്ട് സ്തോത്രം. ചിലരെയൊക്കെ ഉറപ്പിച്ചതുകൊണ്ട് സ്തോത്രം. ചിലരെയൊക്കെ ബലപ്പെടുത്തിയതുകൊണ്ട് സ്തോത്രം. ചിലരെയൊക്കെ റിസ്റ്റോർ ചെയ്തതുകൊണ്ട് സ്തോത്രം. ചിലരുടെ മേൽ ആത്മധൈര്യം പകർന്നതുകൊണ്ട് സ്തോത്രം. ചില കുടുംബങ്ങൾക്കകത്ത് വചനത്തിൻ്റെ ശക്തി വ്യാപരിച്ചതുകൊണ്ട് സ്തോത്രം. നിന്റെ നാമത്താൽ ഇന്ന് പകലിൽ അത്ഭുതം നടന്നതുകൊണ്ട് സ്തോത്രം. സ്നേഹത്തിൽ ഉറപ്പിക്കപ്പെട്ടതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, എല്ലാ പുകഴ്ചയും അങ്ങേക്ക്, എല്ലാ മഹത്വവും അങ്ങേക്ക്, എല്ലാ സ്തുതിയും അങ്ങേക്ക്. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.